ഹലോ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്ലൈഡ് സുവോളജിക്കകത്തെ ഒരു മൊഡ്യൂളാണ് അക്വാകൾച്ചർ. അപ്പോൾ അക്വാകൾച്ചറിൽ തന്നെ ഒത്തിരി സബ് ടോപ്പിക്കുകളുണ്ട്. ഓരോ സബ് ടോപ്പിക്കും നമുക്ക് ഓരോ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഈ അക്വാകൾച്ചർ എന്ന് പറയുന്ന മൊഡ്യൂൾ കൂടാതെ വെർമി കൾച്ചർ, എപ്പി കൾച്ചർ, പിന്നെ അങ്ങനെ സെറികൾച്ചർ, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്ലൈഡ് സുവോളജിക്കകത്ത് നമുക്ക് പല മൊഡ്യൂൾസ് പഠിക്കാനുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ മൊഡ്യൂളായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് അക്വാകൾച്ചർ എന്ന് പറയുന്ന മൊഡ്യൂൾ. അതിനകത്ത് ആദ്യത്തെ ടോപ്പിക്ക് ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് അക്വാകൾച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. പക്ഷേ അത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അക്വാകൾച്ചർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം അഗ്രികൾച്ചറിൽ നമ്മൾ എന്താ ചെയ്യുന്നത് അല്ലേ? അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് നമ്മൾ ഒരു കൊമേഴ്ഷ്യൽ യൂട്ടിലൈസേഷന് വേണ്ടിയാണ് നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അഗ്രികൾച്ചർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉള്ളൂ അക്വാകൾച്ചറും. അതും ഒരു ടെക്നിക്കാണ്. അത് നമ്മൾ ചെയ്യുന്നത് ഒരു വാട്ടർ ബോഡിയിലായിരിക്കുന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒരു പ്രത്യേക വാട്ടർ ബോഡി എടുത്തിട്ട് അതിൻ്റെ നമ്മൾ സൈസോ നേച്ചറോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. അതിൽ നമുക്ക് വേണ്ട അക്വാട്ടിക് ആനിമൽസിനെയോ അക്വാട്ടിക് പ്ലാന്റ്സിനെയോ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റിയർ ചെയ്തെടുക്കുകയാണെങ്കിൽ, അക്വാട്ടിക് പ്ലാന്റ്സ് ആണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യും, അക്വാട്ടിക് ആനിമൽസ് ആണ് നമ്മൾ അതിനെ റിയർ ചെയ്യും. അതിനെ അങ്ങനെ കൾട്ടിവേറ്റോ റിയറോ ചെയ്തെടുത്ത് അതിന് കൊമേഴ്സ്യൽ ഇമ്പോർട്ടൻസിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നതിനാണ് അക്വാകൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അക്വാകൾച്ചർ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്. നമ്മൾ വാട്ടർ ബോഡിയിൽ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അക്വാട്ടിക് ആനിമൽസിനെ റിയർ ചെയ്തെടുക്കുന്നു അല്ലെങ്കിൽ അക്വാട്ടിക് പ്ലാന്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നു. എന്തിനാ? അതിൻ്റെ കൊമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി. അത്രേ ഉള്ളൂ അക്വാകൾച്ചർ എന്ന് പറയുന്നത്. ഇതിനും നല്ല ഒരു നമ്മൾ അഗ്രികൾച്ചറിന് നമ്മുടെ എവല്യൂഷന് തന്നെ അഗ്രികൾച്ചർ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് വരാൻ തന്നെ കാരണം. അതുപോലെ തന്നെ ഈ അക്വാകൾച്ചറിനും ഒരു ട്രഡീഷൻ ഉണ്ട്. ഒരു 4000 വർഷങ്ങൾ മുന്നോട്ട് അതിനും ഒരു ട്രഡീഷൻ ഉണ്ട്. ഇപ്പം പെട്ടെന്ന് തുടങ്ങിയ ഒരു സംഭവമൊന്നുമല്ല. പണ്ടത്തെ കാലത്ത് മുതലേ ആൾക്കാർ അക്വാകൾച്ചർ ചെയ്ത് വരുന്നുണ്ട്. അക്വാകൾച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓഫ് കൾച്ചറിങ് ഫിഷ് ആൻഡ് അതർ അക്വാട്ടിക് ഓർഗാനിസംസ് ഫോർ ഹ്യൂമൻ ബെനിഫിറ്റ്. അതായത് നമ്മൾ ഏതെങ്കിലും ഫിഷിനെയോ അല്ലെങ്കിൽ അക്വാട്ടിക് ഓർഗാനിസത്തിനോ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ റിയർ ചെയ്തെടുക്കുന്നതിനാണ് അക്വാകൾച്ചർ എന്ന് പറയുന്നത്. ഇത് 4000 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായതാണ്. പിന്നെ മുൻപ് തൊട്ടേ ഉള്ളതാണ്. ചൈനയിലാണ് ഇതിൻ്റെ ഒറിജിൻ. നമ്മൾ മെയിനായിട്ട് ഈ ഫിഷ് കൾച്ചറൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ അഗ്രികൾച്ചർ ചെയ്യുന്നതിൻ്റെ സെയിം മോട്ടീവ് തന്നെയാണ് ഈ ഫിഷ് കൾച്ചറിൻ്റെ പുറകിലും വരുന്നത്. ഹ്യൂമൻ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടിയപ്പം അതിൻ്റെ നീഡിനനുസരിച്ച് ഫിഷ് നമുക്ക് വേണം ഹ്യൂമൻ കൺസപ്ഷന് വേണ്ടി. അതിനുവേണ്ടിയാണ് ഫിഷ് കൾച്ചർ ചെയ്യുന്നത്. അത് ഫ്രഷ് വാട്ടർ പോൺസിലോ പാഡി ഫീഡ്സിലോ ലേക്കിലോ ആർട്ടിഫിഷ്യൽ ടാങ്ക്സിലോ റിസർവയർസിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. ഒരു പർട്ടിക്കുലർ വാട്ടർ ബോഡി നമുക്ക് എങ്ങനെയാണെങ്കിലും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റും കണ്ടീഷൻസ് നമ്മൾ കൊടുത്താൽ നമുക്ക് ഈ ഫിഷ് കൾച്ചർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ അക്വാകൾച്ചർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അതിനെ ഒന്ന് സ്റ്റീരിയോടൈപ്പ് ചെയ്ത് അത് ഫിഷിന്റെ കൾട്ടിവേഷന് വേണ്ടിയാണ് എന്നങ്ങനെ അങ്ങ് വിചാരിക്കരുത്. കാരണം അതിൽ നിന്ന് മാത്രമല്ല, നമുക്ക് വേറെ പല കാര്യങ്ങൾ അക്വാകൾച്ചറിൽ നിന്ന് കിട്ടുന്നുണ്ട്. പേള്, അഗർ, ഷെൽസ്, ഇതൊക്കെ അക്വാകൾച്ചർ വഴി, ഇതൊക്കെ കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. സാധാരണഗതിയിൽ നമ്മൾ അഗ്രികൾച്ചറിന് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള വേസ്റ്റ് ലാൻഡ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ അക്വാകൾച്ചറിനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. അത് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ സ്വാംസ്, ലഗൂൺസ്, റിവർ ഡെൽറ്റാസ്, പിന്നെ എസ്റ്ററീസ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാവോ? നമ്മുടെ മറൈനും റിവർ രണ്ടുകൂടെ കൂടിച്ചേരുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, ആ ഭാഗം എസ്റ്ററീസ്, റിസർവേഴ്സ്, ഇങ്ങനെ ഏതെങ്കിലും ഇങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ അൺയൂസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ അക്വാട്ടിക് ഫാമിംഗ് നടത്തുന്നത്. വളരെ ലോ കോസ്റ്റ് ടെക്നോളജിയാണ് അക്വാട്ടിക് ഫാമിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലോ കോസ്റ്റ് രീതിയിലുള്ള ഒരു ടെക്നിക്കാണ് അക്വാകൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് അക്വാകൾച്ചറിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഞാൻ ഓരോന്നിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് അക്കമിട്ട് പറയാം. അപ്പോൾ എല്ലാം കൂടെ കേട്ട് നിങ്ങൾ പേടിക്കണ്ട. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ചിലതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതുമാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ, അത് പിന്നെ മാരികൾച്ചർ, ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചർ, മെറ്റാഹാലൈൻ കൾച്ചർ, എക്സ്റ്റെൻസീവ് ഫിഷ് കൾച്ചർ, ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചർ, സെമി ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചർ, സൂപ്പർ ഇൻറ്റൻസീവ് സിസ്റ്റം അല്ലെങ്കിൽ സൂപ്പർ ഇൻറ്റൻസീവ് ഫാമിംഗ്, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് അക്വാകൾച്ചർ ഉണ്ട്. ഓരോന്നും നമുക്ക് പഠിക്കാം. ആദ്യത്തേത് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ.
ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഏത് ടൈപ്പ് ഓഫ് വാട്ടർ ബോഡി ആയിരിക്കും നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നതെന്ന്. ഇത് നമ്മൾ സാധാരണഗതിയിൽ ഫ്രഷ് വാട്ടർ ബോഡീസ് ആയിട്ടുള്ള പോണ്ട്, ലേക്സ്, ടാങ്ക്, ഇറിഗേഷൻ കനാൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വാട്ടർ ബോഡീസിലായിരിക്കും ഈ ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ ചെയ്യുന്നത്. നമ്മൾ ഓരോന്നിനെ കുറിച്ച് പഠിക്കുമ്പോഴും ഇത് ഇച്ചിരൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അക്വാകൾച്ചറാണ്. ഇതാണ് നമ്മൾ ആദ്യം മുതലേ പ്രാക്ടീസ് ചെയ്ത് വന്നിരുന്നത്. വളരെ ഏജ് ഓൾഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. പിന്നെ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇത് കാലങ്ങളായിട്ട് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും മിനിമം നമ്മളൊരു അല്ലെങ്കിൽ 1/4 ഏക്കറെങ്കിലും മിനിമം നമുക്ക് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ വേണം. ഏറ്റവും കൂടുതലുണ്ട് അത്രയും പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ലാർജർ പോണ്ട്സ് ആണെങ്കിൽ കുറച്ചുകൂടെ അധികം പ്രോഫിറ്റ് നമുക്ക് കിട്ടും. എന്നിരുന്നാലും മിനിമം റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഒരു 1/4 ഏക്കറൊക്കെയാണ് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചറിന് വേണ്ടത്. അപ്പം ഈ ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പ് അത് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫിഷ് ആയിരിക്കുമല്ലോ അവിടെ വളർത്തേണ്ടത്. അപ്പം അതിന് മുന്നേ ആയിട്ട് നാച്ചുറലി ഒക്വയറിംഗ് ആയിട്ടുള്ള ഫിഷസോ അല്ലെങ്കിൽ പോണ്ടിൻ്റെ ഒക്കെ അടുത്തിട്ട് കാണുന്ന അതിൻ്റെ സബ്മേഴ്സ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ കാണും. അതിനൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം. ആ പോണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ സ്റ്റോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഏത് ടൈപ്പ് ഓഫ് ഫിഷ് ആണോ അതിനെ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ അതിൻ്റെ pH, ആൽക്കലിനിറ്റി, അതായത് ഈ ഫിസിക്കോ കെമിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഫിഷിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ നമ്മൾ അതവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഫിഷിൻ്റെ ലാർവൽ ഫോംസിന് ഇടാൻ. ഈ ഒരു പ്രോസസ്സിനാണ് സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ നമ്മൾ ഫ്രഷ് വാട്ടർ ആയിട്ട് ഉള്ള അക്വാകൾച്ചറിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കാർപ്സ്, ക്യാറ്റ് ഫിഷസ് അല്ലെങ്കിൽ ട്രോട്ട്, സാൽമൺ, പ്രോൺസ് ഇതിനൊക്കെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. രണ്ടാമത്തേതാണ് മാരികൾച്ചർ. അതിൻ്റെ വേറൊരു പേരാണ് കോസ്റ്റൽ അക്വാകൾച്ചർ. അപ്പം ഇതിനകത്ത് എങ്ങനെയായിരിക്കും? മറൈൻ സ്പീഷീസ് ആയിരിക്കും റിയർ ചെയ്തെടുക്കുന്നത്. മറൈൻ കോസ്റ്റൽ വാട്ടേഴ്സിന് അടുത്തായിട്ട് അതിൻ്റെ സലിനിറ്റി ഏകദേശം മെയിൻറ്റെയിൻ ചെയ്ത് 30 to 35 ppt പാർട്സ് പെർ 1000 സലിനിറ്റി മെയിൻറ്റെയിൻ ചെയ്തായിരിക്കും നമ്മൾ മാരികൾച്ചർ ചെയ്യുന്നത്. മാരികൾച്ചറും നല്ലൊരു പണ്ടുകാലം മുതലേ കണ്ടുവരുന്ന ഒരു പ്രാക്ടീസാണ്. ഫ്രഷ് വാട്ടർ കൾച്ചർ പോലെ തന്നെയാണ്. പിന്നെ സാധാരണഗതിയിൽ മറൈൻ ഫിഷസിനോടൊപ്പം തന്നെ ലോബ്സ്റ്റേഴ്സ്, ഷ്രിംപ്സ് ഇതൊക്കെ മാരികൾച്ചറിൽ കൾച്ചർ ചെയ്തെടുക്കാറുണ്ട്. അടുത്തതാണ് മൂന്നാമത്തേത് ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചർ. ബ്രാക്കിഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അത് നമ്മുടെ സലൈനിറ്റി, സാധാരണ ഫ്രഷ് വാട്ടറിന് സലൈനിറ്റി ഇല്ല. മാരികൾച്ചറിൽ അവിടെ മറൈൻ വാട്ടറിന് കുറച്ച് സലൈനിറ്റി ഉണ്ട്, 30 to 35 ppt. പക്ഷേ ഈ ബ്രാക്കിഷ് വാട്ടറിൽ ഇതിൻ്റെ സലൈനിറ്റി ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചർ. ഈ എസ്റ്ററീസിലൊക്കെ അങ്ങനത്തെ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ നേരത്തെ, നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ഈ മറൈൻ വാട്ടറും ഫ്രഷ് വാട്ടറും കൂടി ചേരുന്ന ഒരു സ്ഥലം എസ്റ്ററീസ്. ആ ഒരു സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഓപ്പൺ ഓർ എംപാക്ഡ് എസ്റ്ററീസിലൊക്കെ ഇങ്ങനെ വേരിയിങ് സലിനിറ്റിയാണ്. അപ്പോൾ അതും ഫിഷ് അക്വാകൾച്ചറിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് അക്വാകൾച്ചറിനാണ് ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ കാണുന്ന സാധാരണഗതിയിലുള്ള ട്രഡീഷണൽ ബ്രാക്കിഷ് വാട്ടർ ഫിഷ് കൾച്ചറിൽ അവർ ചെയ്യുന്നത് ഈ ഇൻകമിങ് ടൈഡൽ കറൻസ് വരുന്ന സമയത്ത് ഈ ജുവനൈൽ ഫോം ആയിട്ടുള്ള അതിനെ ട്രാപ്പ് ചെയ്ത് വെക്കും. അത് ഫിഷസോ പ്രോൺസോ എന്താണേലും ഇൻകമിങ് ടൈഡൽ കറൻസ് വരുമ്പോൾ അതിനെ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ട് അതിനെ ഹോൾഡ് ചെയ്യും കുറച്ച് നാൾ, എന്നിട്ട് ഹാർവെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചർ ചെയ്യുന്നത്. സാധാരണ ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചറിൽ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്ന ഫിഷസ് എന്ന് പറയുന്നത് മിൽക്ക് ഫിഷ്, പേൾ സ്പോട്ട് ആൻഡ് മൊല്ലറ്റ്സ്, പ്രോൺസ്, കാംസ്, ഓയിസ്റ്റർ, ക്രാബ്സ്. ഇത്രയുമാണ് നമ്മൾ സാധാരണ ട്രഡീഷണൽ ആയിട്ട് ഇന്ത്യയിൽ ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചറിലൂടെ കൾച്ചർ ചെയ്തെടുക്കുന്ന ഫിഷസ്. അടുത്തത് നാലാമത്തേത് മെറ്റാഹാലൈൻ കൾച്ചർ. ഇപ്പം നമ്മൾ മാരികൾച്ചർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു സാധാരണഗതിയിൽ 30 to 35 ppt ആണ് സലൈനിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മറൈൻ അതിൻ്റെയൊക്കെ സെയിം ppt സലൈനിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പം ഹാലൈൻ എന്ന് പറയുമ്പം അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും വാട്ടർ സലൈനിറ്റി. അതായത് എബവ് 30 parts per 1000 ആയിരിക്കും നമ്മുടെ മെറ്റാഹാലൈൻ ആയിട്ടുള്ള വാട്ടറിൽ കാണുന്ന സലൈനിറ്റി. അങ്ങനെ കൾച്ചർ ചെയ്തെടുക്കുന്ന മറൈനായിട്ടുള്ള ആനിമൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബ്രൈൻ ഷ്രിംപ് എന്ന് പറയുന്നത്
അത് അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ആർട്ടീമിയ സലീന. ആർട്ടീമിയ സലീന എന്ന് പറയുന്ന ഒരു ബ്രൈൻ ഷ്രിമ്പ് ഉണ്ട്. അത് കൾച്ചർ ചെയ്തെടുക്കുന്നത് മെറ്റാഹാലൈൻ കൾച്ചറിലൂടെയാണ്. അതായത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സലൈനിറ്റി എന്ന് പറയുന്നത് 30 PPTയേക്കാളും മേളിലായിരിക്കും. അത് ഹൈലി സലൈൻ വാട്ടറിൽ വളരുന്ന ഒരു ബ്രൈൻ ഷ്രിമ്പാണ് ആർട്ടീമിയ സലീന. ഇപ്പം നമ്മൾ കണ്ട 4 ടൈപ്പില്ലേ, ഫ്രഷ് വാട്ടർ, മാരികൾച്ചർ, ബ്രാക്കിഷ് വാട്ടർ, മെറ്റാഹാലൈൻ കൾച്ചർ, ഇങ്ങനത്തെ ടൈപ്പ്, ഈ 4 ടൈപ്പ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ വാട്ടർ ബോഡി. അത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? ബേസ്ഡ് ഓൺ വാട്ടർ ബോഡിയാണ് ഈ അക്വാകൾച്ചർ ക്ലാസിഫിക്കേഷൻ നടന്നിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് നേച്ചർ ഓഫ് ഫീഡിംഗ് ഓഫ് ദ ഫിഷ് ആൻഡ് എക്കണോമിക് ആൻഡ് കൊമേഴ്സ്യൽ കൺസിഡറേഷൻ വെച്ച് 3 ടൈപ്പ് ഓഫ് ഫിഷ് കൾച്ചർ ഉണ്ട്. അതാണ് എക്സ്റ്റെൻസീവ് ഫിഷ് കൾച്ചർ, ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചർ, സെമി ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചർ. ഈ 3 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കാം. ഒന്നാമത്തേതാണ് എക്സ്റ്റെൻസീവ് ഫിഷ് കൾച്ചർ. ഏറ്റവും ലീസ്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് ഫിഷ് ഫാമിംഗ് ആണ് ടെക്നിക്കാണ് എക്സ്റ്റെൻസീവ് ഫിഷ് കൾച്ചറിൽ വരുന്നത്. അവിടെ പോണ്ട് ലാർജൊക്കെ ആയിരിക്കും, പക്ഷെ കൊടുക്കുന്ന കെയർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് ഫീഡിംഗ് ഒന്നും കൊടുക്കാറില്ല. അതിനകത്ത് വളരുന്ന ഫിഷസ് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ്സ് വെച്ചിട്ടാണ് അത് ജീവിക്കുന്നത്. സാധാരണഗതിയിൽ പ്ലാങ്ക്ടൺ, ഡെട്രിറ്റസ്, ബെന്തോസ് അങ്ങനത്തെ സപ്ലിമെൻ്ററി ഫീഡിംഗ് ഒന്നും കൊടുക്കാതെ നാച്ചുറലായിട്ട് കാണുന്ന അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് റിസോഴ്സസ് വെച്ചിട്ടാണ് അവിടെ ഫിഷ് കൾച്ചറിങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈൽഡ് എന്ന് പറയുന്നത് വളരെ മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഈൽഡ് ആയിരിക്കും. അത് നാച്ചുറൽ ഫുഡിൽ നിന്നല്ലേ അത് റിയർ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈൽഡും വളരെ മോഡസ്റ്റ് ആയിട്ടായിരിക്കും. അടുത്തതാണ് ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചർ. ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചർ ആ വേർഡിൽ നിന്ന് തന്നെ ഉണ്ടല്ലോ, ഇൻറ്റൻസീവ് ആയിട്ടുള്ള കെയർ കൊടുക്കണം. കാരണം എന്താ, വളരെ ചെറിയൊരു എമൗണ്ട് ഓഫ് വാട്ടർ അല്ലെങ്കിൽ മിനിമം ക്വാണ്ടിറ്റി ഓഫ് വാട്ടറേ നമുക്ക് അവിടെ കാണത്തുള്ളൂ. അവിടെ നിന്ന് മാക്സിമം പ്രൊഡക്ഷൻ ഓഫ് ഔട്ട്പുട്ട്, മാക്സിമം പ്രൊഡക്ഷൻ നമ്മൾ ഫിഷിൻ്റെ ആണെങ്കിലും എന്താണെങ്കിലും മാക്സിമം പ്രൊഡക്ഷൻ എടുക്കണം. അതുകൊണ്ട് തന്നെ ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ഫിഷ് കൾച്ചറിങ് മെത്തേഡാണിത്. ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഫീഡിങ് കൊടുക്കണം. കാരണം മറ്റേത് നമ്മളിപ്പോൾ എക്സ്റ്റെൻസീവ് ഫിഷ് കൾച്ചറിൽ നമ്മൾ പറഞ്ഞു നാച്ചുറൽ സപ്ലിമെൻറ്റ്സ് ആണ്, നാച്ചുറൽ ആയിട്ടുള്ള ഫീഡിംഗ് ആണ്. അവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചറിങ്ങിൽ അങ്ങനെയല്ല. അവിടെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഫീഡിങ് കൊടുക്കണം. എക്സ്റ്റേണൽ സപ്ലൈ ഓഫ് ഹൈ പ്രോട്ടീൻ ഫുഡ് ആണ് ഇവിടുത്തെ ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചറിൽ ഫിഷസിന് നമ്മൾ കൊടുക്കുന്നത്. മൂന്നാമത്തേതാണ് സെമി ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചർ. ഇവിടെ ഈ എക്സ്റ്റെൻസീവ് ഫിഷ് കൾച്ചറിൻ്റെയും ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചറിൻ്റെ രണ്ടിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ രണ്ടിൻ്റെയും ഒരു മിക്സ്ചർ ഫോമിലാണ് സെമി ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചർ ചെയ്യുന്നത്. അതായത് ഈൽഡ് എന്ന് പറയുമ്പം എക്സ്റ്റെൻസീവ് ഫിഷ് കൾച്ചറിനേക്കാളും കൂടുതലായിരിക്കും, എന്നാൽ ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചറിനേക്കാളും കുറവായിരിക്കും. ഏകദേശം അതിൻ്റെ ഒരു ബാലൻസ്ഡ് ഫോമിലായിരിക്കും നമ്മൾ സെമി ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചർ ചെയ്യുന്നത്. അവിടെ പോണ്ട് മാനേജ് ചെയ്യാതെ ഇരിക്കാം. എക്സ്റ്റെൻസീവ് ഫിഷ് കൾച്ചറിൽ നമുക്ക് ഓർമ്മയുണ്ടോ, അവിടെ പോണ്ട് എങ്ങനെയാണ്? അവിടെ പോണ്ട് മാനേജ് ചെയ്യാറില്ല. സാധാരണ അതിൻ്റെ നാച്ചുറൽ ഇതിലായിരിക്കും വെക്കുന്നത്. ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചറിലാണെങ്കിൽ പോണ്ട് ഭയങ്കരമായിട്ട് നമ്മളത് നമ്മുടെ കൺട്രോളിലായിരിക്കും. സെമി ഇൻറ്റൻസീവിനകത്ത് നമുക്ക് ഒരു ബാലൻസ് രീതിയിലായിരിക്കും, മേ ഓർ മേ നോട്ട് മാനേജ്. പിന്നെ സെമി ഇൻറ്റൻസീവ് കൾച്ചർ ഇൻവോൾവ്സ് ദ അഡീഷൻ ഓഫ് ലോ പ്രോട്ടീൻ ഫീൽഡ് സ്റ്റെപ്സ്, യൂഷ്വലി കോമ്പൗണ്ടഡ് ഫ്രം ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റിൽ നിന്നോ അഗ്രികൾച്ചർ ബൈ പ്രോഡക്ട്സിൽ നിന്നോ നമ്മൾ ലോ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഫുഡ് സപ്ലിമെൻ്റ് കൂടെ കൊടുക്കാറുണ്ട്. ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചറിൽ എങ്ങനെയായിരുന്നു? ഹൈ പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആയിരുന്നു നമ്മൾ കൊടുക്കുന്നത്. എക്സ്റ്റെൻസീവിലോ അവിടെ പ്രത്യേകിച്ച് നമ്മൾ സപ്ലിമെൻറ്റ്സ് ഒന്നും കൊടുക്കാറില്ല. അവർ നാച്ചുറൽ ഫീഡിങ്ങിലാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സെമി ഇൻറ്റൻസീവിൽ അങ്ങനെയല്ല. സെമി ഇൻറ്റൻസീവിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സർ ആയതുകൊണ്ട് തന്നെ ഒരു ലോ പ്രോട്ടീൻ ഫീഡ് സ്റ്റെപ്സ് ആണ് നമ്മൾ സെമി ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചറിൽ കൊടുക്കുന്നത്. ഇതൊന്നും കൂടാതെ സൂപ്പർ ഇൻറ്റൻസീവ് സിസ്റ്റം എന്ന് പറയുന്ന, അല്ലെങ്കിൽ സൂപ്പർ ഇൻറ്റൻസീവ് ഫാമിംഗ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഫാമിംഗ് കൂടെ ഉണ്ട്. അവിടെ എന്ന് പറയുമ്പോൾ ഫുൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് വളരെ ഇൻറ്റൻസീവായിട്ട്, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും ആർട്ടിഫിഷ്യലായിട്ട് ലാർജ് സിമെൻറ്റ് ടാങ്ക്സ് ആണ് യൂസ് ചെയ്യുന്നത് ഈ സൂപ്പർ ഇൻറ്റൻസീവ് സിസ്റ്റത്തിനകത്ത്. അവിടെ പ്രോപ്പർ എയറേഷന്, ഫീഡിങ്, അതിൻ്റെ വാട്ടർ മാനേജ്മെൻറ്റ്, സ്റ്റോക്കിങ് എല്ലാം നമ്മൾ കൺട്രോൾഡ് ആയിരിക്കും. ഭയങ്കരമായിട്ട് ഹ്യൂമൻസിൻ്റെ ഒരു കൺട്രോളിലായിരിക്കും സൂപ്പർ ഇൻറ്റൻസീവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അവിടെ ഈവൻ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ഫീഡേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് അവരുടെ ഒരു ടെക്നോളജിയും കൂടെ യൂസ് ചെയ്തായിരിക്കും
സൂപ്പർ ഇൻറ്റൻസീവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അക്വാകൾച്ചർ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിലെ ഒന്നാമത്തെ ടോപ്പിക്ക് നമ്മൾ കണ്ടു അല്ലേ? ട്രഡീഷണൽ മെത്തേഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നമ്മുടെ ഈ അക്വാകൾച്ചർ ചെയ്യുന്ന മീഡിയം ഏതാ? വാട്ടർ. ആ വാട്ടറിലെ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഫിഷിനെ കൾച്ചർ ചെയ്യുമ്പം അതിൻ്റെ സർവൈവലിനെയും ഗ്രോത്തിനെയും പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് പല എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം ഒരു അക്വാകൾച്ചറിസ്റ്റ് എന്ന നിലയ്ക്ക് നമ്മൾ ഓരോ കൾച്ചർ സ്പീഷീസും ഏതാണ് കണ്ടീഷൻസ് പ്രിഫർ ചെയ്യുന്നത്, ഏത് ഐഡിയൽ കണ്ടീഷനിലാണ് ഏറ്റവും നന്നായിട്ട് വളരുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് ഈ കണ്ടീഷൻസ് നമ്മൾ കൊടുക്കണം. എന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആ ഒരു അക്വാകൾച്ചർ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുക. പല ഫാക്ടേഴ്സാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അത് നമുക്ക് ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: അബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഫാക്ടേഴ്സ്. ബയോട്ടിക് ലിവിങ് ആയിട്ടുള്ള, അബയോട്ടിക് നോൺ ലിവിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ അബയോട്ടിക് ഫാക്ടേഴ്സിനെ നമ്മൾ പിന്നെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഒന്ന് ഫിസിക്കൽ ഫാക്ടേഴ്സ്, പിന്നെ രണ്ട് കെമിക്കൽ ഫാക്ടേഴ്സ്. ഇനി ഫിസിക്കൽ ഫാക്ടേഴ്സിൽ തന്നെ ഒത്തിരി സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഡെപ്ത്, ഷോർ കണ്ടീഷൻ, പ്രഷർ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ, ടെമ്പറേച്ചർ, ടർബിഡിറ്റി, ലൈറ്റ്, ഇതൊക്കെയാണ് ഫിസിക്കൽ ഫാക്ടേഴ്സിനകത്ത് വരുന്നത്. കെമിക്കൽ ഫാക്ടേഴ്സിനകത്ത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, pH, ടോട്ടൽ ഹാർഡ്നെസ് ഓഫ് വാട്ടർ, ഡിസോൾവ്ഡ് സോളിഡ്സ്, ഇതൊക്കെ കെമിക്കൽ ഫാക്ടേഴ്സിനകത്ത് വരും. പിന്നെ ബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ആനിമൽ ആൻഡ് പ്ലാന്റ് കമ്മ്യൂണിറ്റീസ്, ആ പോണ്ടിലുള്ള ആനിമൽ ആൻഡ് പ്ലാന്റ് കമ്മ്യൂണിറ്റീസ് ആണ്. ഇത് ഓരോന്നിനെക്കുറിച്ചും, ബയോട്ടിക് ആണെങ്കിലും അബയോട്ടിക് ഫാക്ടേഴ്സ് ആണെങ്കിലും ഓരോന്നിനെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്ലൈഡുകളിലായിട്ട് കാണാം. ഒന്നാമത്തെ ഫിസിക്കൽ ഫാക്ടറാണ് ഡെപ്ത്. ഡെപ്ത് വാട്ടറിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഡെപ്ത്, ഇപ്പോൾ ഷാലോ വാട്ടർ ആണെങ്കിൽ സൺലൈറ്റ് നല്ല ഡെപ്ത് ഇല്ലെങ്കിൽ, നല്ല ഒരു ഷാലോ വാട്ടർ ആണെങ്കിൽ സൺലൈറ്റ് പോണ്ടിൻ്റെ ഫുൾ വാട്ടറിനെയും ഹീറ്റപ്പ് ചെയ്യും. അപ്പോൾ എന്താ, ടോട്ടൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അപ്പം ഫിഷിൻ്റെ സർവൈവലിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഡെപ്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം ഷാലോ പോണ്ടാണെങ്കിൽ സൺലൈറ്റ് പെട്ടെന്ന് ബോട്ടത്തിലോട്ട്, നമ്മുടെ പോണ്ടിൻ്റെ ഏറ്റവും അടിത്തട്ടിലോട്ട് ഈ സൺലൈറ്റ് എത്തുകയും ഓവറോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. തിരിച്ച് ഗുണവും ഉണ്ട്. ഈ ഫോട്ടോസിന്തസിസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ സൺലൈറ്റ് അത്യാവശ്യം വേണമല്ലോ. അപ്പോൾ ഫോട്ടോസിന്തസിസും പോണ്ടിൻ്റെ പ്രൊഡക്ടിവിറ്റിയൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സൺലൈറ്റ് വേണം. പക്ഷേ ഒത്തിരി ഷാലോ ആയി പോയി കഴിഞ്ഞാൽ വാട്ടർ ഹീറ്റായിട്ട്, സമ്മർ മന്ത്സിലാണ് ഇതങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ, വാട്ടറൊക്കെ ഹീറ്റായി പോയിട്ട് ഫിഷിൻ്റെ സർവൈവലിനെ അത് ബാധിക്കും. അതുകൊണ്ട് നമ്മളൊരു ഒപ്റ്റിമം ലെവലിൽ പറയുവാണെങ്കിൽ മിനിമം ഒരു 2 മീറ്റർ ഡീപ്പായിട്ടുള്ള പോണ്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം അതാകുമ്പോൾ ഒരു ഒപ്റ്റിമം ലെവലിൽ 2 മീറ്റർ ഡീപ്പായിട്ടുള്ള പോണ്ടാണ് ഒരു മാക്സിമം പ്രൊഡക്ടിവിറ്റിക്ക് നമ്മൾ സാധാരണഗതിയിൽ അക്വാകൾച്ചറിൽ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഫാക്ടറാണ് ഷോർ കണ്ടീഷൻ. നമ്മുടെ ഷോറിൻ്റെ ലെങ്ത്ത്, അതിൻ്റെ നേച്ചർ ഒക്കെ ഈ നമ്മുടെ അക്വാകൾച്ചറിനെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബാധിക്കും. ലോങ് ഷോർ ലൈൻസ് ഉണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആവും. കാരണം വെജിറ്റേഷനും ഫൈറ്റോ പ്ലാങ്ക്ടൻ്റെയും പ്രൊഡക്ഷൻ ലോങ് ഷോർ ലൈൻസ് ഉണ്ടെങ്കിൽ കൂടും. അങ്ങനെ ഓവറോൾ പ്രൊഡക്ടിവിറ്റി ലോങ് ഷോർ ലൈൻസ് ഉണ്ടെങ്കിൽ എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൺ ദ അതർ ഹാൻഡ് നമ്മുടെ ഷേഡി ഷോറൊക്കെ ആണെന്ന് വെച്ചോ, അപ്പം ഷേഡി ഷോറിൽ നിന്ന് ട്രീയോ എന്തെങ്കിലും സർഫസോ സബ്മേർജ്ഡ് പ്ലാന്റ്സോ ടർബിഡിറ്റിയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രൊഡക്ടിവിറ്റിയെ നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം ലൈറ്റ് കിട്ടത്തില്ല, അപ്പം പ്രൊഡക്ടിവിറ്റി കുറയും. അതാണ് ഷോർ കണ്ടീഷൻസ് എങ്ങനെ നമ്മുടെ അക്വാകൾച്ചറിനെ ബാധിക്കുന്നു എന്ന് മനസ്സിലായല്ലോ. മൂന്നാമത്തെ ഫിസിക്കൽ ഫാക്ടറാണ് പ്രഷർ, പിന്നെ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ. പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, വെള്ളത്തിൻ്റെ താഴോട്ട് പോകും തോറും പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ മിനറൽ സോൾസിലുള്ള കണ്ടൻറ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അക്വാകൾച്ചറിനെ. ഇതുപോലെ തന്നെ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മൂവ് ചെയ്യുന്ന, നല്ല കറണ്ടൊക്കെ ഉള്ള, നല്ല വേവ്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടുത്തെ ഫിഷ് തന്നെ നോക്കി അറിയാം. ഫാസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള വാട്ടറുള്ള ഹിൽ സ്ട്രീംസിൽ നിന്നൊക്കെ വരുന്ന ഫാസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള വാട്ടറിലുള്ള ഫിഷ് ഫൗണയിൽ തന്നെ സ്പെഷ്യൽ അഡ്ഹസീവ് സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം
അതനുസരിച്ച് ഫിഷിൽ അഡാപ്റ്റേഷൻസ് ഉണ്ട്. അപ്പം ഭയങ്കര മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഉണ്ടെങ്കിൽ അത് സോയിൽ ഇറോഷനും ടർബിഡിറ്റി ഇൻക്രീസ് ചെയ്യാനും ഒക്കെ അത് അങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യും. അതനുസരിച്ച് ഫിഷിൻ്റെ പ്രൊഡക്ഷനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ്, ഫിസിക്കൽ ഫാക്ടേഴ്സ് ആണ് ഫിഷിൻ്റെ അക്വാകൾച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. 4ാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ. അത് നമ്മൾ സ്ഥിരമായിട്ട് മിക്ക ഫിസിക്കൽ ഫാക്ടേഴ്സും എന്ത് കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും ഫിസിക്കൽ ഫാക്ടേഴ്സിനകത്ത് വരുന്ന ഒരു മേജർ ഫാക്ടറാണ് ടെമ്പറേച്ചർ. ഇവിടെ അക്വാകൾച്ചറിലും ഒരു മേജർ ഇൻഫ്ലുവൻസ് ടെമ്പറേച്ചറിനുണ്ട്. ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പോൾ അത് അക്വാട്ടിക് ഓർഗാനിസത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ കുറയുവാണെങ്കിൽ സാധാരണ അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റി കുറയും. ഫീഡിങ്ങും ബ്രീഡിങ്ങും റെസ്പിറേഷനും അല്ലെങ്കിൽ ഏത് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനെയും ഈ ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ടെമ്പറേച്ചർ കൂടിയാലും പ്രശ്നമുണ്ട്. ഓക്സിജൻ കണ്ടന്റ്, വെള്ളത്തിൻ്റെ ഓക്സിജൻ കണ്ടന്റ് കുറയും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫിഷിനെ, നമ്മൾ കൾച്ചർ ചെയ്യുന്ന ഫിഷിനെ ഒരു ഒപ്റ്റിമം ലെവൽ, അതിൻ്റെ സ്യൂട്ടബിൾ, അതിൻ്റെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ഫാക്ടറാണ് ടർബിഡിറ്റി. വാട്ടർ ടർബിഡ് ആകുന്നത് എന്തെങ്കിലും ഒരു സസ്പെൻഡഡ് മാറ്റർ വെള്ളത്തിൽ അങ്ങനെ കിടന്നാൽ ടർബിഡിറ്റി ഇൻക്രീസ് ചെയ്യും. അത് സിൽറ്റ് ആകാം, ക്ലേ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാങ്ക്ടണോ ആകാം. അപ്പം ഇങ്ങനെ ടർബിഡിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ഓവറോൾ പ്രൊഡക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യും. വാട്ടർ സാധാരണഗതിയിൽ ഇങ്ങനെ ടർബിഡ് ആവുന്നത് ഈ റെയിനും ഫ്ലഡും ഒക്കെ വരുമ്പോൾ വാട്ടർ ടർബിഡ് ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പം എന്താ പറ്റുക, ലൈറ്റിൻ്റെ പെനിട്രേഷൻ ഈ ടർബിഡിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ കുറയും. അതനുസരിച്ച് ഫോട്ടോസിന്തസിസ് കുറയും. അപ്പോൾ ഓവറോൾ പ്രൊഡക്ടിവിറ്റിയെ ഈ ടർബിഡിറ്റി ബാധിക്കും. നമ്മൾ പറഞ്ഞല്ലേ, ടർബിഡിറ്റി എന്ന് പറയുമ്പോൾ സസ്പെൻഡഡ് മാറ്റർ ഈ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ വെള്ളത്തിൽ സസ്പെൻഡഡ് മാറ്റേഴ്സ് കിടക്കുവാണെങ്കിൽ, അങ്ങനെ ടർബിഡിറ്റി ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഫിഷിൻ്റെ റെസ്പിറേഷനെ ഇത് ബാധിക്കും. അതിൻ്റെ ഗിൽസിൽ ഈ സസ്പെൻഡഡ് മാറ്റർ ചെല്ലാനും അല്ലെങ്കിൽ ചോക്ക് ചെയ്യാനും ഒക്കെ, നമ്മുടെ ലങ്സിലോട്ടാണെങ്കിലും ഇപ്പം എയറിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ കയറി പോവാണെങ്കിൽ നമുക്ക് ചോക്കിങ് വരത്തില്ലേ, അതുപോലെ തന്നെ ഫിഷിനാണെങ്കിലും അതിൻ്റെ ഗിൽസിലോട്ടൊക്കെ ഈ സസ്പെൻഡഡ് മാറ്റേഴ്സ് ചെല്ലാനും ഇഞ്ചുറി ഉണ്ടാകാനും ചോക്ക് ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം നല്ലൊരു ഹെവി ഫ്ലഡ് ഒക്കെ ഉണ്ടായാൽ ടർബിഡിറ്റി റിവറിലൊക്കെ നമ്മളിത് കണ്ടിട്ടുള്ളതാണ്, റിവറിലൊക്കെ ടർബിഡിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പം ഇങ്ങനെ അങ്ങനെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, വെള്ളം ഭയങ്കരമായിട്ട് മണ്ണുമായിട്ട് കുഴയുമ്പം മീനൊക്കെ മുകളിൽ വന്ന് ശ്വാസമൊക്കെ എടുക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ ഈ ടർബിഡിറ്റിയും ഒരു മേജർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഈ ടർബിഡ് വാട്ടറിൽ ജീവിക്കുന്ന ഫിഷസ് ഉണ്ട്, അവർക്ക് പക്ഷേ എന്തെങ്കിലുമൊക്കെ അഡാപ്റ്റേഷൻസും കൂടെ കാണും. റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഐസോ അല്ലെങ്കിൽ നമ്മുടെ ഈ സസ്പെൻഡഡ് മാറ്ററിനെ കോയാഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മ്യൂക്കസ് ഒക്കെ സെക്രേറ്റ് ചെയ്ത് അപ്പോൾ ഗിൽസിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അഡാപ്റ്റേഷൻസ് ഒക്കെ ഇങ്ങനെ പെർമനൻ്റ് ആയിട്ട് ടർബിഡിറ്റിയിൽ ജീവിക്കുന്ന ഫിഷസിന് ഉണ്ട്. 6ാമത്തെ ഒരു ഫിസിക്കൽ ഫാക്ടറാണ് ലൈറ്റ് പ്രൊഡക്ടിവിറ്റിയെ മേജറായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഈ ലൈറ്റ് ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ പോണ്ടിലാണെങ്കിലും ഉണ്ടല്ലോ, അപ്പം അവിടുത്തെ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റിയെ ലൈറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ ഇൻഡയറക്ട്ലി അത് ഫ്ലോറയും ഓക്സിജൻ കണ്ടന്റ്, വെള്ളത്തിലുള്ള ഓക്സിജൻ കണ്ടന്റിനെ ഒക്കെ ഇൻഡയറക്ട്ലി അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് കെമിക്കൽ ഫാക്ടേഴ്സ്. കെമിക്കൽ സബ്സ്റ്റൻസസ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി, പോണ്ടിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ്. എക്സാമ്പിൾ നമ്മുടെ വേരിയസ് എലമെൻറ്റ്സ്, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, pH, പിന്നെ ഹാർഡ്നെസ് ഓഫ് വാട്ടർ, ഡിസോൾവ്ഡ് സോൾട്ട്സ്, ഇതിങ്ങനെ പല പല കെമിക്കൽ ഫാക്ടേഴ്സ് പോണ്ടിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നുണ്ട്. ഓരോന്നിനെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. 1ാമത്തെ ഫാക്ടറാണ് ഓക്സിജൻ. വാട്ടറിൽ ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ്റെ അവൈലബിലിറ്റി കിട്ടുന്നത് 2 വഴിയിലൂടെയാണ്. ഒന്ന്, സർഫസിൽ നിന്ന് ഓക്സിജൻ അബ്സോർബ് ചെയ്തെടുക്കാം, വാട്ടർ സർഫസിൽ നിന്ന്. പിന്നെ വേറൊരു രീതി ഫോട്ടോസിന്തസിസ് ഓഫ് പ്ലാന്റ്സ് ആണ്. അതുവഴിയും ഓക്സിജൻ ഡിസോൾവ്ഡ് ഫോമിൽ വാട്ടറിലോട്ട് എത്തും. അപ്പം ഓക്സിജൻ്റെ ഒരു ബാലൻസ് വേണം പോണ്ടിൽ. കാരണം അവിടെ 2 പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഒന്ന് റെസ്പിറേഷൻ, 2 ഫോട്ടോസിന്തസിസ്. അപ്പം ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാകുന്ന ഓക്സിജൻ ഡിസോൾവ്ഡ് ഫോമിൽ വെള്ളത്തിൽ കാണും. അത് യൂട്ടിലൈസ് ചെയ്യുന്നത് ആനിമൽസ് ആണ്, അല്ലെങ്കിൽ പ്ലാന്റ്സ്. അത് റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ കൂടെയാണ് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെ ഒരു ബാലൻസ് ആണ് ഓക്സിജൻ്റെ ഡിസോൾവ്ഡ് ഫോമിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. അപ്പം ഏതെങ്കിലും ഒരു കാര്യം ഡിസ്ട്രപ്റ്റ് ആയാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓക്സിജൻ എക്സസ് ആയി പോയാൽ
എന്ത് പറ്റും? മോർട്ടാലിറ്റി ഉണ്ടാവും, ഓവർ മെറ്റബോളിസം കാരണം. അതേ സമയത്ത് തന്നെ ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായാൽ ഫിഷ് ചത്തുപോകാൻ വരെ അത് കാരണമാകും. നമുക്ക് ഇപ്പോൾ പല പല സിറ്റുവേഷൻസ് ആണ്. ചില സമയത്ത് ക്ലൗഡി ഡേയ്സ് ഒക്കെ ആയിരിക്കും അല്ലേ, അപ്പം ഫോട്ടോസിന്തസിസിൻ്റെ അളവ് എങ്ങനെയായിരിക്കും? ഫോട്ടോസിന്തസിസ് ക്ലൗഡി ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് കുറയുമായിരിക്കും. അങ്ങനെ ഫോട്ടോസിന്തസിസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? ഓക്സിജൻ്റെ അവൈലബിലിറ്റി ആ പോണ്ടിൽ കുറയും. അപ്പം നൈറ്റിൽ ഓക്സിജൻ്റെ ഒരു ചെറിയ ഡെഫിഷ്യൻസി ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഡെഫിഷ്യൻസി പോണ്ടിലോ അല്ലെങ്കിൽ ലേക്സിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഫിഷ് അതിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി ഒന്നിൽ മൈഗ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് അങ്ങനെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പം പാരസൈറ്റ്സിൻ്റെ അറ്റാക്ക് ഉണ്ടാകാം, ഫംഗൽ ഡിസീസസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ ഫിഷസിന് ഡെത്ത് സംഭവിക്കാം സഫോക്കേഷൻ കാരണം. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇനി രണ്ടാമത്തെ ഫാക്ടറാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ അവൈലബിൾ ആകുന്നത് റെസ്പിറേഷൻ കൂടെയാണ്, അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഡിസോൾവ് ചെയ്തും പിന്നെ ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്തും ഒക്കെ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് വെള്ളത്തിൽ അവൈലബിൾ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് വേണം വെള്ളത്തിൽ. എന്തിനാണ്? ഫോട്ടോസിന്തസിസിൻ്റെ ഒരു റോ മെറ്റീരിയലാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടി വെള്ളത്തിൽ വേണം. എന്നിരുന്നാലും അതിൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ വാട്ടറിൽ ജീവിക്കുന്ന ആനിമൽസിന് അത് ഹാംഫുൾ ആയിട്ട് മാറും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറായിട്ട് റിയാക്ട് ചെയ്ത് കാർബോണിക് ആസിഡ് ആവും. കാർബോണിക് ആസിഡിൻ്റെ ഫോർമുല H2CO3-. ഇതാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല. അപ്പം ഈ കാർബോണിക് ആസിഡ് ഡിസോസിയേറ്റഡ് ഫോമിലാണ് നമ്മുടെ വെള്ളത്തിൽ കാണുന്നത്, HCO3- അയൺസ് ആയിട്ട്. അപ്പം കാർബോണിക് ആസിഡിൻ്റെ പ്രസൻസിൽ ലൈംസ്റ്റോൺ എന്ന് പറയുന്നത് CaCO3- ആണ്. ലൈംസ്റ്റോൺ ഡിസോൾവ് ചെയ്യും കാൽഷ്യം ബൈ കാർബണേറ്റ് ആയിട്ട് CaHCO3 ആയിട്ട് ലൈംസ്റ്റോൺ ഡിസോൾവ് ചെയ്യും. അപ്പം അങ്ങനെ കാൽഷ്യം ബൈകാർബണേറ്റ് വെള്ളത്തിൽ കൂടിയാൽ അത് ഓർഗാനിക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, നമ്മുടെ വെള്ളത്തിൽ ജീവിക്കുന്ന ആനിമൽസിനെയും പ്ലാന്റ്സിനെയും അതും ഒരു ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് പ്രൈമറിലി സെക്കൻഡറിലി ഒക്കെ അത് നമ്മുടെ അക്വാട്ടിക് ഫോംസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു മേജർ ഫാക്ടർ എന്ന് പറയുന്നത്, മേജറായിട്ടുള്ള കെമിക്കൽ ഫാക്ടർ pH ആണ്. pH പോണ്ട് വാട്ടറിൽ ഒപ്റ്റിമം ആയിട്ട് ഏകദേശം ഒരു pH റേഞ്ച് എന്ന് പറയുന്നത് 6.5 to 9 ആണ്. അതാണ് സ്യൂട്ടബിൾ അക്വാകൾച്ചറിന്. പിന്നെ ഈ 5 താഴോട്ട് പോയാലും 9.5 മുകളിലോട്ട് പോയാലും അക്വാട്ടിക് ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം pH നമ്മളൊരു ഒപ്റ്റിമം ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ അക്വാട്ടിക് ഓർഗാനിസംസ് ഒത്തിരി അങ്ങ് pH താഴോട്ട് പോയാൽ, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് pH 9.5 മുകളിലോട്ടൊക്കെ പോയാൽ അതിനകത്തുള്ള അക്വാട്ടിക് ഓർഗാനിസംസ് ചത്തുപോകും. അതുകൊണ്ട് നമ്മളൊരു ഒപ്റ്റിമം ലെവലിൽ pH മെയിൻറ്റെയിൻ ചെയ്യണം. pH എപ്പോഴും മറ്റ് ഫാക്ടേഴ്സിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏതെങ്കിലും കെമിക്കൽസ് ആഡ് ചെയ്ത് കൊടുത്താൽ അതനുസരിച്ച് pHലും വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റും, ആഡ് ചെയ്ത് കൊടുക്കുന്ന കെമിക്കൽസിൻ്റെ നേച്ചർ അനുസരിച്ച്. പിന്നെ ഈ പോണ്ട് വാട്ടറിലൊക്കെ നമുക്ക് ചെറിയ തോതിൽ ഈ ഡയോർണൽ ഫ്ലക്ച്വേഷൻസ് കാണാം pHനകത്ത്. അത് മിഡ് ആഫ്റ്റർനൂൺ ഒക്കെ ആകുമ്പോഴത്തേക്കും ആൽക്കലൈൻ, ഇപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ കുറച്ച് അസിഡിക് ആയിട്ടും, ചെറിയ തോതിൽ ഒരു ചെറിയ ഫ്ലക്ച്വേഷനാണ്. ഏർലി മോർണിംഗിലൊക്കെ കുറച്ച് അസിഡിക് ആയിട്ടും, എന്നാൽ മിഡ് ആഫ്റ്റർനൂൺ ഒക്കെ കഴിയുമ്പോൾ കുറച്ച് ആൽക്കലൈൻ ആയിട്ടും നമുക്ക് pHൻ്റെ ചെറിയൊരു ഡയോർണൽ ഫ്ലക്ച്വേഷനൊക്കെ കാണാം. എന്തൊക്കെയാണെങ്കിലും pH വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് നമ്മുടെ അക്വാകൾച്ചറിൽ. അടുത്ത ഒരു ഫാക്ടറാണ് ടോട്ടൽ ഹാർഡ്നെസ് ഓഫ് വാട്ടർ. അപ്പം ഈ വാട്ടറിൻ്റെ ഹാർഡ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മെയിൻലി കാൽഷ്യം അല്ലെങ്കിൽ മാഗ്നീഷ്യം സോൾട്ട് അതിൻ്റെ എമൗണ്ട് ആയിരിക്കും. അതെന്തുമാത്രം വാട്ടറിൽ ഡിസോൾവ് ആയിരിക്കും അതനുസരിച്ചായിരിക്കും വാട്ടറിൻ്റെ ഹാർഡ്നെസ്. അപ്പം സാധാരണ ഒരു ഒപ്റ്റിമം ലെവൽ നമ്മൾ പറയുവാണെങ്കിൽ ഏകദേശം 15 ppm ഒക്കെ ആണെങ്കിൽ, വാട്ടർ ഹാർഡ്നെസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, അതാണ് ഏകദേശം ഒരു റേഞ്ച് പറയുന്നത്. അതാണ് ഏറ്റവും സ്യൂട്ടബിൾ ഗ്രോത്ത്, ഫിഷിൻ്റെ ഗ്രോത്തിനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് 15 ppm പാർട്സ് പെർ മില്യൺ അതൊക്കെയാണ്. പിന്നെ ടോട്ടൽ ഹാർഡ്നെസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എമൗണ്ട് ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം സോൾട്ട് ഡിസോൾഡ് ഇൻ വാട്ടർ. അടുത്ത കെമിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് ഡിസോൾഡ് സോളിഡ്സ്. അത് ഓർഗാനിക് അല്ലെങ്കിൽ ഇൻഓർഗാനിക് സോളിഡ് ആകാം. ഇതും ഫിഷിൻ്റെ ഗ്രോത്തിന് എസെൻഷ്യൽ ആയിട്ടാണ്. കാരണം ഇത് ഡിസോൾഡ് ഫോമിൽ വെള്ളത്തിൽ ഉണ്ട് ഡിസോൾഡ് സോളിഡ്സ്. ഈ വെള്ളത്തിൽ കാണുന്ന ഡിസോൾഡ് സോളിഡ്സ് ഫിഷിൻ്റെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇൻഓർഗാനിക് സോൾട്സിന് എക്സാമ്പിളാണ് ക്ലോറൈഡ്സ്, സൾഫേറ്റ്സ്, കാർബണേറ്റ്സ്, ഫോസ്ഫേറ്റ്സ് ആൻഡ് നൈട്രേറ്റ്സ് ഓഫ് കാൽഷ്യം,
സോഡിയം, പൊട്ടാഷ്യം, മാഗ്നീഷ്യം, അയൺ, ഇതൊക്കെ ഇൻഓർഗാനിക് സോൾട്സ് ആണ്. ഇതുപോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്. നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും ഒക്കെ ഓർഗാനിക് ഫോംസ് ഉണ്ട്. അമിനോ ആസിഡ്സ്, ഫാറ്റ്സ്, പിന്നെ ഷുഗർ, സ്റ്റാർച്ച്, വിറ്റാമിൻസ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഇതൊക്കെ ഡിസോൾവ്ഡ് ഫോമിൽ വാട്ടറിൽ കാണും. ഇങ്ങനെ കാണുന്ന ഓർഗാനിക് ആയിട്ടുള്ള സോളിഡ്സും ഇൻഓർഗാനിക് ആയിട്ടുള്ള സോളിഡ്സും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഒരു മേജർ ഫാക്ടറാണ് ഫിഷിൻ്റെ കൾച്ചറിനെ അല്ലെങ്കിൽ ഗ്രോത്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് എലമെൻസിൻ്റെ ഇമ്പോർട്ടൻസ് കൂടെ കാണാം. ഒന്നാമത്തേത് നൈട്രജൻ മെയിൻലി വെള്ളത്തിൽ ഡിസോൾവ്ഡ് ഫോമിലോട്ട് എത്തുന്നത് ഡീനൈട്രിഫിക്കേഷൻ വഴിയാണ്. നൈട്രേറ്റ്സിൻ്റെ അമോണിയയുടെ ഒക്കെ ഡീനൈട്രിഫിക്കേഷൻ വഴി നൈട്രജൻ ഡിസോൾവ്ഡ് ഫോമിൽ എത്തും വെള്ളത്തിൽ. അപ്പം ഇത് പോണ്ടിൻ്റെ ഫെർട്ടിലിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഫോസ്ഫറസ് എന്ന് പറയുന്ന വേറൊരു എലമെൻ്റ് ഉണ്ട്. അത് സ്മോൾ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ പോണ്ട് വാട്ടറിൽ വേണം. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഫൈറ്റോ പ്ലാങ്ക്ടൻ്റെ പ്രൊഡക്ഷന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോസ്ഫറസ്. അതുകൊണ്ടാണ് ഫോസ്ഫറസിൻ്റെ ഒരു കുറച്ച് എമൗണ്ട് വാട്ടറിൽ ഡിസോൾവ്ഡ് ഫോമിൽ കാണണം എന്ന് നമ്മൾ പറയുന്നത്. അത് ഈ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഫോമിലായിരിക്കും മിക്കവാറും നമ്മുടെ വാട്ടറിൽ കാണുന്നത്. ഫോസ്ഫറസ് കുറഞ്ഞാലുള്ള കുഴപ്പം ഫിഷിൻ്റെ അല്ലെങ്കിൽ ഫിഷ് പോൺസിൻ്റെ ഓവറോൾ പ്രൊഡക്ടിവിറ്റി അത് ബാധിക്കും. ഫോസ്ഫേറ്റ്സ് കുറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി അതുപോലെ തന്നെ കുറയും. അടുത്ത ഒരു എലമെന്റ് കാൽഷ്യം നമുക്ക് അറിയാം അല്ലേ, ബോൺ ബിൽഡിങ്ങിനും ഷെൽ ഫോർമേഷനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഫിഷസിന്റെ കാര്യത്തിലാണെങ്കിലും സെയിം ആണ്, കാൽഷ്യം കാർബണേറ്റ് വേണം. അതുകൊണ്ട് തന്നെ കാൽഷ്യം കുറച്ച് ട്രേസ് എമൗണ്ടിൽ വേണം. കാൽഷ്യം കാണപ്പെടുന്നത് കാൽഷ്യം കാർബണേറ്റ് ഫോമിലാട്ടോ. പിന്നെ വേറൊരു എലമെന്റ് മാഗ്നീഷ്യം വേണം ക്ലോറോഫില്ല് പ്ലാന്റ്സിനൊക്കെ വേണം. സൾഫേറ്റ് പ്ലാങ്ക്ടന്റെ ഗ്രോത്തിന് വേണം. ഇതുപോലെ തന്നെ പല ട്രേസ് എമൗണ്ട്സ് ഓഫ് എലമെന്റ്സ്, കുറച്ച് എലമെന്റ്സ് അതിൻ്റെ ഏറ്റവും ട്രേസ് എമൗണ്ട്സിൽ വേണം, ഒരു ചെറിയ തോതിലെങ്കിലും വേണം. കോപ്പർ, സിങ്ക്, അലുമിനിയം, നിക്കൽ, കൊബോൾട്ട്, മാംഗനീസ്, ഇതൊക്കെ വളരെ ചെറിയ എമൗണ്ടിൽ മൈന്യൂട്ട് ക്വാണ്ടിറ്റീസിൽ വേണം നമ്മുടെ വാട്ടറിൽ ഡിസോൾവ്ഡ് ഫോമിൽ. കാരണം എന്താ, ഇത് മൊത്തത്തിലുള്ള പ്രൊഡക്ടിവിറ്റിയെ ഈ എലമെന്റ്സ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഫാക്ടേഴ്സ്, അതായത് അബയോട്ടിക് ഫാക്ടേഴ്സ് ഓഫ് വാട്ടർ ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ബയോട്ടിക് ഫാക്ടേഴ്സ് ഇൻ വാട്ടർ, അതായത് ജീവനുള്ള ലിവിങ് തിങ്സ് എങ്ങനെ ഈ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നു, പോണ്ടിൻ്റെ പ്രൊഡക്ടിവിറ്റി, അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം പോണ്ടിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ആനിമൽസും പ്ലാന്റ്സും ആനിമൽ ആൻഡ് പ്ലാന്റ് കമ്മ്യൂണിറ്റീസും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്, സൂപ്ലാങ്ക്ടൺസ്, ആനിമൽസ്, പിന്നെ അക്വാട്ടിക് പ്ലാന്റ്സ്, ഫൈറ്റോ പ്ലാങ്ക്ടൺ, ഇങ്ങനെ പല ലിവിങ് ആ പോണ്ട് എക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ബോഡിയുടെ എക്കോസിസ്റ്റത്തിൽ കാണുന്ന ലിവിങ് ഓർഗാനിസംസും ഈ പ്രൊഡക്ടിവിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതും ഓരോ ഫാക്ടേഴ്സാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് 2 or 3 വെച്ച് പഠിച്ചിരിക്കുക ഓരോന്ന്. ഇപ്പോൾ അക്വാട്ടിക് പ്ലാന്റ്സിനകത്ത് നിങ്ങൾ കേട്ടിട്ടുള്ള ഹൈഡ്രില്ല, നെലുംബിയം, നിംഫിയ, ട്രപ്പസ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ 2-3 വാലസ്നേറിയൊക്കെ അക്വാട്ടിക് പ്ലാന്റ്സിനകത്ത് വരുന്നതാണ്. അതിനകത്ത് 1-2 എക്സാമ്പിൾസ് കൂടെ നിങ്ങൾ പഠിച്ചിരിക്കുക. അക്വാട്ടിക് പ്ലാന്റ്സ് കൂടാതെ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എക്സാമ്പിളാണ് ക്ലോറല്ല, യുഗ്ലീന, വോൾവാക്സ്, അനബേന, അതൊക്കെ. പിന്നെ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്, വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഐക്കോർണിയ, പിസ്റ്റിയ, സാൽവീനിയ, അസോള, സൂപ്ലാങ്ക്ടൺസ്, റോട്ടിഫേഴ്സ്, പ്രോട്ടോസോവൻസ്, കോപ്പിപോഡ്സ്, ക്രസ്റ്റേഷ്യൻ ലാർവേ. പിന്നെ ഇത് കൂടാതെ ആനിമൽസും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒളിഗോകീറ്റ്സ്, ഇൻസെക്ട്സിന്റെ ലാർവേ, ഡ്രാഗൺ ഫ്ലൈയുടെ നിംസ്, പിന്നെ മെയ് ഫ്ലൈയുടെ നിംസ്, ബൈവാൽസ്, സ്നെയില്, സ്ലഗ്, കോപ്പിപോഡ്സ്, ഓസ്ട്രാക്കോട്സ്. ഇതൊക്കെ നിങ്ങൾ എല്ലാം ഒന്നും പഠിച്ചില്ലെങ്കിലും ഓരോ അബയോട്ടിക് ഫാക്ടറിലും 2 എക്സാമ്പിൾ വെച്ച് പഠിച്ചിരിക്കുക. അപ്പോൾ ഇതൊക്കെയും പ്ലാന്റിന്റെ അല്ലെങ്കിൽ വാട്ടർ ബോഡിയുടെ ഓവറോൾ പ്രൊഡക്ടിവിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഹെർബിവോറസ് ഫിഷിന്റെ കാര്യം പറഞ്ഞു, അവർ പ്രിഫർ ചെയ്യുന്നത് ഫൈറ്റോ പ്ലാങ്ക്ടനെയോ അല്ലെങ്കിൽ അക്വാട്ടിക് പ്ലാന്റ്സിനൊക്കെ ആയിരിക്കും. ഫ്രൈ പ്രിഫർ ചെയ്യുന്നത് സൂപ്ലാങ്ക്ടനെ ആയിരിക്കും. അതുപോലെ തന്നെ ആനിമൽസിനെ നമ്മുടെ പോണ്ട് എക്കോസിസ്റ്റത്തിലൊക്കെ കാണുന്ന അല്ലെ വാട്ടർ ബോഡീസിലൊക്കെ കാണുന്ന ആനിമൽസിനെ പ്രിഫർ ചെയ്യുന്നവരുണ്ട്, അവരെയും കൺസ്യൂം ചെയ്യുന്നവരുണ്ട്. ഒംനിവോറസ് ഫിഷൊക്കെ അവരെയാണ് കൺസ്യൂം ചെയ്യുന്നത്. ഈ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സിനോട് ചേർത്ത് വെക്കാവുന്ന വേറൊരു ടോപ്പിക് കൂടെ ഉണ്ട്, ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ ഇൻ അക്വാകൾച്ചർ. ആൽഗെ എന്ന് പറയുന്നത് പല അക്വാട്ടിക് ഓർഗാനിസത്തിനും ഒരു ഫുഡ് ഫോമിൽ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആൽഗയുടെ കൾച്ചർ നമുക്ക് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ആൽഗെ കൾച്ചർ വെച്ചിട്ട് സൂപ്ലാങ്ക്ടനെ കൾച്ചർ ചെയ്തിട്ട് അത് നമുക്ക്
ഏർലി ജൂനൈൽ സ്റ്റേജസ് ക്രസ്റ്റേഷ്യൻസിൻ്റെയോ ഫിഷിൻ്റെയോ ഒക്കെ ഏർലി ജൂനൈൽ സ്റ്റേജസിൽ അതിന് ലൈവ് ഫീഡായിട്ട് കൊടുക്കാൻ പറ്റും. അതായത് ഫിഷിൻ്റെ ലാർവയ്ക്ക് അല്ലെങ്കിൽ ക്രസ്റ്റേഷ്യൻസിൻ്റെ ഒക്കെ ഏർലി ജൂനൈൽ സ്റ്റേജസ് ഉണ്ടല്ലോ, അതിൻ്റെ ലാർവൽ ഫോംസ് ഉണ്ടല്ലോ, അതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സൂപ്ലാങ്ക്ടൺസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ കണ്ടത് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. അബയോട്ടിക് ഫാക്ടേഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു. ബയോട്ടിക്കിനകത്തും ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് അല്ലെങ്കിൽ സൂപ്ലാങ്ക്ടൺ, ആനിമൽസ്, ഫൈറ്റോ പ്ലാങ്ക്ടൺ, അങ്ങനെ പല ബയോട്ടിക് ഫാക്ടേഴ്സും നമ്മൾ പഠിച്ചു. ഇനി അത് കൂടാതെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ആൽഗയുടെ ഇമ്പോർട്ടൻസ് അക്വാകൾച്ചറിൽ പഠിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് അക്വാകൾച്ചർ ആണ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഒത്തിരി ഡേറ്റാസ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട്, ഒത്തിരി കണ്ടന്റ് പഠിക്കാനുണ്ട്. അപ്പം എല്ലാത്തിനും എക്സാമ്പിൾസ് ഒക്കെ പഠിക്കണ്ടേ? അപ്പം അതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടൈപ്സ് ഓഫ് അക്വാകൾച്ചറിനെ കുറിച്ച് പഠിക്കാം. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ട്രഡീഷണൽ മെത്തേഡ്സിനെ കുറിച്ച് കണ്ടു അക്വാകൾച്ചറിൻ്റെ. രണ്ടാമത് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സിനെ കുറിച്ച് കണ്ടു. ഇനി മൂന്നാമത് നമ്മൾ ടൈപ്സ് ഓഫ് അക്വാകൾച്ചർ അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതിനകത്ത് പല ടൈപ്പ് ഓഫ് അക്വാകൾച്ചേഴ്സ് ഉണ്ട്. കേജ് കൾച്ചർ, പെൻ കൾച്ചർ, മോണോസെക്സ് കൾച്ചർ, മോണോകൾച്ചർ, പോളികൾച്ചർ, അങ്ങനെ പല ടൈപ്പ് ഓഫ് അക്വാകൾച്ചേഴ്സ് ഉണ്ട്. ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം. ബേസ്ഡ് ഓൺ കൾച്ചറൽ പ്രാക്ടീസസ് രണ്ട് ടൈപ്പ് ഓഫ് കൾച്ചർ ഉണ്ട്, കേജ് കൾച്ചറും പെൻ കൾച്ചറും. ഇപ്പോൾ കേജ് കൾച്ചറിനകത്ത് ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ഓരോ കേജസിനകത്താണ് നമ്മൾ ഫിഷിനെ കൾച്ചർ ചെയ്യുന്നത്. അതൊരു മെറ്റൽ കേജ് ആകാം, അല്ലെങ്കിൽ ഒരു ബാംബുവിൻ്റെ ഒരു കേജ് ആകാം. അത് ഇതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രക്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നൈലോൺ വയർ യൂസ് ചെയ്യും. അങ്ങനെ അതിന് നല്ലൊരു സ്ട്രോങ് കേജ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഫിഷിനെ കൾച്ചർ ചെയ്യുകയാണ് കേജ് കൾച്ചറിൽ ചെയ്യുന്നത്. പിന്നെ ഒരു റിവറിൻ്റെ ഒരു ഭാഗം ഒക്കെ എടുത്തിട്ടായിരിക്കും സാധാരണഗതിയിൽ കേജ് കൾച്ചറിങ് ചെയ്യുന്നത്. ഫ്ലോയിങ് റിവറിൻ്റെ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കും നമുക്ക് അടിയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു പോസ്റ്റിലോട്ടോ എന്തെങ്കിലും ഒരു സ്റ്റേക്കിലോട്ടോ ഒക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് കാണും കേജ് കൾച്ചറിൽ. അടുത്തതാണ് പെൻ കൾച്ചർ. പെൻ കൾച്ചറിൽ ഈ ബാങ്കോ അല്ലെങ്കിൽ ഷോറോ ഒക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്ത് ചെറിയ ചെറിയ എൻക്ലോഷേഴ്സ് ഉണ്ടാക്കിയിട്ട് അതിനകത്തായിരിക്കും ഈ ഫിഷസിനെ റേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാങ്കോ ഷോസിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ സ്മോൾ എൻക്ലോഷേഴ്സിന് പറയുന്ന പേരാണ് പെൻ. അതുകൊണ്ടാണ് ഇതിന് പെൻ കൾച്ചർ എന്ന പേര് വന്നത്. പിന്നെ പെന്ന് സാധാരണ രീതിയിൽ പെൻസ് ഉണ്ടാക്കുന്നത് അക്വാകൾച്ചറിനുള്ള പെൻസ് ഉണ്ടാക്കുന്നത് നൈലോണോ പോളിത്തീനോ മെഷ് നെറ്റ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും. പിന്നെ ഈ നെറ്റ് ഓരോ ഫ്യൂ മീറ്റേഴ്സിൻ്റെ ഇടയ്ക്കും ഓരോ പോസ്റ്റുകളാണ്. ആ പോസ്റ്റിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഈ നെറ്റ് ഇരിക്കുന്നത്. അതിൻ്റെ ബോട്ടം പാർട്ടാണെങ്കിലും ആ നെറ്റിൻ്റെ ബോട്ടം ഭാഗമാണെങ്കിലും ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റുമായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. സാധാരണഗതിയിൽ പെൻസ് ഒരു ഷാലോ വാട്ടറിൽ, അതായത് 3 to 5 മീറ്റർ ഒക്കെ ഡീപ്പായിട്ടുള്ള ഷാലോ വാട്ടേഴ്സിലാണ് നമ്മൾ പെൻ കൾച്ചർ ചെയ്യുന്നത്. നമ്മൾ കണ്ട ഈ കേജ് കൾച്ചറും പെൻ കൾച്ചറും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ കൾച്ചറൽ പ്രാക്ടീസസ്. ആ ഒരു കൾച്ചറൽ പ്രാക്ടീസ് വെച്ചിട്ടാണ് ഈ കേജ് കൾച്ചറും പെൻ കൾച്ചറും രണ്ട് ടൈപ്പ് ഓഫ് കൾച്ചർ അക്വാകൾച്ചർ നമ്മൾ കണ്ടു. ഇതുപോലെ തന്നെ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സ്പീഷീസ് കൾച്ചർഡ് അറ്റ് എ ടൈം the following types of culturing are commonly adopted. അത് മോണോസെക്സ് കൾച്ചർ, മോണോകൾച്ചർ, പോളികൾച്ചർ, ഇങ്ങനെ 3 ടൈപ്പ് ഉണ്ട് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സ്പീഷീസ് കൾച്ചർഡ് അറ്റ് എ ടൈം. ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എത്രമാത്രം സ്പീഷീസിനെ കൾച്ചർ ചെയ്യുന്നു അതനുസരിച്ച് മോണോകൾച്ചർ, പോളികൾച്ചർ അല്ലെങ്കിൽ മോണോസെക്സ് കൾച്ചർ, ഇങ്ങനെ 3 തരമുണ്ട്. 3നെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ആദ്യത്തേതാണ് മോണോസെക്സ് കൾച്ചർ. ആ ഒരു ടൈറ്റിലിൽ തന്നെ, ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് എന്താണത് ഉദ്ദേശിക്കുന്നതെന്ന്. ഐദർ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ, ഏതെങ്കിലും ഒരു സിംഗിൾ സെക്സിനെ ആയിരിക്കും അവിടെ നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. ഒരേ സിംഗിൾ സ്പീഷീസിലുള്ള ഏതെങ്കിലും ഒരു സെക്സിനെ, മെയിലിന് ഐദർ മെയിലിന് അല്ലെങ്കിൽ എല്ലാം ഫീമെയിൽ, അങ്ങനെയായിരിക്കും നമ്മളവിടെ മോണോസെക്സ് കൾച്ചറിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അടുത്തതാണ് മോണോകൾച്ചർ. മോണോകൾച്ചർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അവിടെ നമ്മൾ കൾച്ചർ ചെയ്യുന്നത് ഒരു സിംഗിൾ സ്പീഷീസ് ഓഫ് ഓർഗാനിസത്തെയാണ്. അത് ഏത് ഇൻറ്റൻസിറ്റിയിലോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് വാട്ടറോ ആകാം, ബ്രാക്കിഷ് വാട്ടറിലോ സോൾട്ടിലോ ഫ്രഷ് വാട്ടറിലോ ഒക്കെ ആകാം, അത് ഏത് ഇൻറ്റൻസിറ്റിയിലും ആകാം. പക്ഷേ അവിടെ കൾച്ചർ ചെയ്യുന്ന സ്പീഷീസ് ഒരേ ടൈപ്പ് ആയിരിക്കും, ഒരേ ഓർഗാനിസത്തിൻ്റെ ആയിരിക്കും. അതിനാണ് മോണോകൾച്ചർ എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ മോണോകൾച്ചറൊക്കെ ഇങ്ങനെ കൾച്ചറൊക്കെ ചെയ്യുന്നത് കാർണിവോറസ് ഫിഷസിൻ്റെ ഒക്കെ കൾച്ചറിങ്ങിന് വേണ്ടിയാണ്.
നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്പർ ഓഫ് സ്പീഷീസ് കൾച്ചേർഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. മോണോസെക്സ് കൾച്ചർ, മോണോകൾച്ചർ, പോളികൾച്ചർ. അതിനകത്ത് പോളികൾച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ വേറൊരു നെയിമാണ് കോമ്പോസിറ്റ് ഫിഷ് കൾച്ചർ അല്ലെങ്കിൽ മിക്സ്ഡ് ഫാമിംഗ്. അതേക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പോളികൾച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് പോളികൾച്ചർ, അവിടെ കൾച്ചറിങ് നടക്കുന്നത് ഒരുപാട് സെവറൽ സ്പീഷീസിൻ്റെ കൾച്ചർ അവിടെ ഒരേ വാട്ടർ ബോഡിയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിനെ പോളികൾച്ചർ അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഫിഷ് കൾച്ചർ എന്നൊക്കെ പറയാം. ഇങ്ങനെയുള്ള സിസ്റ്റത്തിൽ ജനറലി നാച്ചുറൽ ഫുഡ് ആയിരിക്കും, വാട്ടർ ബോഡിയിൽ നിന്ന് ഉള്ള നാച്ചുറൽ ഒരു ഫുഡ് സൈക്കിൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ടായിരിക്കും ഫുഡൊക്കെ അവൈലബിലിറ്റി എല്ലാ ഓർഗാനിസത്തിനും. പക്ഷേ ചില കേസസിലൊക്കെ സപ്ലിമെൻ്ററി ഫീഡിങ് നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഫുഡ് കൊടുക്കുവാണെങ്കിൽ ഒരു കോമൺ ഫുഡ് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മോസ്റ്റ് ഓഫ് ദ സ്പീഷീസിന്, നമ്മളിപ്പം പോളികൾച്ചർ ആണല്ലോ ചെയ്യുന്നത്, അപ്പം ഒരുവിധം മോസ്റ്റ് ഓഫ് ദ സ്പീഷീസിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കോമൺ ഫുഡ് ആയിരിക്കും നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഈ പോളികൾച്ചറിൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഡിഫറെൻറ്റ് ട്രോഫിക് അല്ലെങ്കിൽ സ്പേഷ്യൽ നിഷസിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുക. അതായത് ഇവിടെ കോമ്പാറ്റബിൾ ആയിട്ടുള്ള സ്പീഷീസ് ആണല്ലോ കൾച്ചർ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള സ്പീഷീസ് കൾച്ചർ ചെയ്യുമ്പം നമുക്ക് ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഓരോ ട്രോഫിക് ലെവൽസ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, അങ്ങനെ ഉള്ള ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽസിനെ യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തിലുള്ള കോമ്പാറ്റബിൾ സ്പീഷീസിനെയാണ് നമ്മളിവിടെ കൾച്ചർ ചെയ്യുന്നത്. അങ്ങനെ കൾച്ചർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഡിഫറെൻറ്റ് ട്രോഫിക് ആൻഡ് സ്പേഷ്യൽ നിഷസിനെയും, ഒരു പോണ്ടിലുള്ള എല്ലാ ട്രോഫിക് ആൻഡ് സ്പേഷ്യൽ നിഷസിനെയും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. അതുവഴി മാക്സിമം ഫിഷ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് ഏരിയ നമുക്ക് ചെയ്യാനും പറ്റും. ഈ കോമ്പാറ്റബിൾ ഫിഷസ് എന്ന് പറയുന്നത് അത് കോംപ്ലിമെൻ്ററി ഫീഡിങ് ഹാബിറ്റ്സ് ഉള്ള ഫിഷസ് ആയിരിക്കും. അങ്ങനെ ഒരു മിക്സ്ചർ ഓഫ് ഫിഷ് ഉണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഫുഡിനെ. നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഏറ്റവും നല്ല എഫിഷ്യൻറ്റ് വേയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ഒരു മിക്സ്ചർ ഓഫ് ഫിഷസ് ആ പോണ്ടിലുണ്ടെങ്കിലാണ്. ഇതിനാണ് കോംപ്ലിമെൻ്ററി ഫീഡിങ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫിഷസിൻ്റെ ഒരു മിക്സ്ചർ, അവരുടെ ഫീഡിങ് ഹാബിറ്റ്സ് കോംപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ അവരെ നമുക്ക് ഒരുമിച്ച് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഒരു പോണ്ട് എക്കോസിസ്റ്റത്തിലുള്ള എല്ലാ എക്കോളജിക്കൽ നിഷസിനെയും നമുക്ക് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബോട്ടം ഫീഡേഴ്സ് ആണെങ്കിൽ അവരെ നമുക്ക് ആരുമായിട്ടാണ് കൾച്ചർ ചെയ്യാൻ കൂടുതൽ കോമ്പാറ്റബിൾ ആയിട്ട് വരിക? കോളം ഫീഡേഴ്സ് അല്ലെങ്കിൽ പ്ലാങ്ക്ടൺ ഫീഡേഴ്സ്, അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് നമുക്ക് ബോട്ടം ഫീഡേഴ്സിനെ കമ്പൈൻ ചെയ്യാം. അപ്പോൾ അവിടെ ഫുഡിനുള്ള കോമ്പറ്റീഷൻ കുറയും. ഈവൻ നമുക്ക് ഈ ഫിഷ് സ്പീഷീസിനെ നമുക്ക് അതർ ഷ്രിംസോ അല്ലെങ്കിൽ ഡക്സോ അങ്ങനെ പല അതർ സ്പീഷീസുമായിട്ട് നമുക്ക് കമ്പൈൻഡ് ഫോമിൽ ഒരു പോണ്ട് എക്കോസിസ്റ്റത്തിനകത്ത് വളർത്താൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡക്സിനെ വളർത്തുകയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നത്? പോണ്ടിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ എൻഹാൻസ് ചെയ്യും. എങ്ങനെ? അതിന് ഡക്സ് തരുന്ന എക്സ്ക്രീറ്റ എന്ന് പറയുന്നത് ഫിഷിൻ്റെ ഒരു ഫെർട്ടിലൈസറായിട്ട് ആക്ട് ചെയ്യാം. അപ്പം അങ്ങനെ പോണ്ടിൻ്റെ ഓവറോൾ പ്രൊഡക്ടിവിറ്റി ഡക്സ് എൻഹാൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പല രീതിയിൽ, അതായത് ഒന്നിൻ്റെ വേസ്റ്റ് പ്രോഡക്ട്സ് വേറൊന്നിന് ഗുണമായിട്ട് വരുന്ന രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ പോളികൾച്ചർ എന്ന് പറയുന്നത് വളരെ അഡ്വാൻറ്റേജസ് ആണ് മോണോകൾച്ചറിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇന്ത്യയിൽ സാധാരണഗതിയിൽ പോളികൾച്ചർ വളരെ പണ്ട് കാലം മുതലേ പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു സമ്പ്രദായമാണ്. അതിൽ തന്നെ ഇപ്പം നമ്മൾ സർഫസ് ഫീഡേഴ്സ് ആയിട്ടുള്ള കട്ട്ല അതിനെ നമ്മൾ ഒരു ബോട്ടം ഫീഡറുമായിട്ട് കമ്പൈൻ ചെയ്യും. ലേബിയോ കാൽബാസു എന്ന് പറയുന്ന ഒരു ബോട്ടം ഫീഡറുമായിട്ട് കമ്പൈൻ ചെയ്ത്, പിന്നെ വേറെ ഒരു കോളം ഫീഡർ ലേബിയോ റോഹിത. അപ്പം ഒന്ന് സർഫസ് ഫീഡറാണ്, കട്ട്ല ഒരു സർഫസ് ഫീഡറാണ്, പിന്നെ ഒരു കോളം ഫീഡർ വരുന്നു ലേബിയോ റോഹിത, പിന്നെ ഒരു ബോട്ടം ഫീഡർ വരുന്നു, അത് ലേബിയോ കാൽബാസു. അപ്പം ഇവർ 3 പേരെയും കൂടെ നമുക്ക് ഒരേ പോണ്ടിൽ സ്റ്റോക്ക് ചെയ്താലും അവിടെ കോമ്പറ്റീഷൻ അത്ര കോമ്പറ്റീഷൻ ഒന്നും വരില്ല. അവർ പല നിഷസ് ആയതുകൊണ്ട് തന്നെ അവിടെ കോമ്പറ്റീഷൻ കുറഞ്ഞിരിക്കും. ഇതൊക്കെയാണ് പോളികൾച്ചറിൻ്റെ ഗുണം എന്ന് പറയുന്നത്. അടുത്തത് വാട്ടർ ബോഡീസിൻ്റെ ടെമ്പറേച്ചർ വെച്ചുള്ള ക്ലാസിഫിക്കേഷനാണ്. അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് വാം വാട്ടർ അക്വാകൾച്ചറും വേറൊന്ന് കോൾഡ് വാട്ടർ അക്വാകൾച്ചറും. വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എന്താ അത് ഉദ്ദേശിക്കുന്നതെന്ന്. ഈ വാം വാട്ടർ അക്വാകൾച്ചറിലാണെങ്കിൽ ടെമ്പറേച്ചർ, ആ വാട്ടർ ബോഡിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 20 ഡിഗ്രി സെൽഷ്യസിന് മുകളിലോട്ടായിരിക്കും. എന്നാൽ കോൾഡ് വാട്ടർ അക്വാകൾച്ചറിലോ അവിടെ കോൾഡ് വാട്ടർ ആയിരിക്കും. നമ്മുടെ ഇന്ത്യയുടെ ഒക്കെ ഒരു കേസ് എടുക്കുവാണെങ്കിൽ
ഒരു 914 മീറ്റർ എബോവ് സീ ലെവലിലോട്ട്, മീൻ സീ ലെവൽ MSL, അതിന് മുകളിലോട്ടൊക്കെ കാണുന്ന വാട്ടർ ബോഡീസ് എപ്പോഴും കോൾഡ് വാട്ടേഴ്സ് ഒക്കെ ആയിരിക്കും. അവിടുത്തെ ഫിഷസിനും അതിൻ്റെതായ അഡാപ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. കോൾഡ് വാട്ടർ അക്വാകൾച്ചറിൽ അതിൻ്റെതായ അഡാപ്റ്റേഷൻസ് അതിലെ ഫിഷസിലും കാണും. എക്സാമ്പിൾ സാൽമൺ, ട്രോട്ട്. ഈ വീഡിയോയിൽ നമ്മൾ കൾച്ചർ പ്രാക്ടീസസിനെ കുറിച്ച്, പല ടൈപ്പ് ഓഫ് ഫിഷ് കൾച്ചർ പ്രാക്ടീസസ് ഉണ്ട്, അത് ഓരോന്നും നമുക്ക് പഠിക്കാം. മെയിൻലി നമ്മൾ നോക്കുന്നത് പോളി കൾച്ചറിങ്, അത് എങ്ങനെയാണ് ഫിഷിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അത് ഈ എങ്ങനെ നമുക്കൊരു ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം ഉള്ള ഒരു പോണ്ട് എക്കോസിസ്റ്റം ഉണ്ടാക്കാം. ഒരു ഫിഷും വേറൊരു ഫിഷിന് എങ്ങനെ കോംപ്ലിമെൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. ഞാൻ നേരത്തെ മുന്നേ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടു, ടോപ്പിൽ സർഫസ് ഫീഡേഴ്സ് ഉണ്ട്, ബോട്ടം ഫീഡേഴ്സ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഈ ടൈപ്പ് ഓഫ് ഫിഷസിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ഡിഫറെൻറ്റ് നിഷസ് ഉപയോഗിക്കുന്ന ഫിഷസിനൊക്കെ കൊണ്ടുവന്ന് നമുക്കൊരു പോളികൾച്ചർ, ഒരു ഇൻറ്റിഗ്രേറ്റഡ് അല്ലെങ്കിൽ പോളികൾച്ചർ രീതിയിൽ നമുക്കിതിനെ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ വേറൊരു മെത്തേഡാണ് ഇൻറ്റിഗ്രേറ്റഡ് ഫിഷ് അക്വാകൾച്ചർ എന്ന് പറയുന്നത്. അവിടെ ചെയ്യുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് ഫിഷ് മാത്രമല്ല, എഗ്രികൾച്ചർ ക്രോപ്സ്, ലൈഫ് സ്റ്റോക്ക്, ബേർഡ്സ്, ഇതൊക്കെ വെച്ച് ഒരു ഇൻറ്റിഗ്രേറ്റഡ് രീതിയിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളിപ്പിച്ച് ഒരു ഇൻറ്റിഗ്രേറ്റഡ് രീതിയിലുള്ള ഫിഷ് കൾച്ചറിങ് ആണ്. അതായത് നമ്മൾ നേരത്തെ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒന്നിൻ്റെ എന്തേലും ഒരു ഗുണം മറ്റേ ആൾക്ക് കിട്ടുന്ന രീതിയിൽ, ഒരു മ്യൂച്വൽ രീതിയിൽ. ഇപ്പം ഫിഷസിൻ്റെ ഒക്കെ നമ്മൾ ഡക്കിൻ്റെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഡക്കിൻ്റെ എക്സ്ക്രീറ്റ, അതിൻ്റെ നൈട്രജൻ ഒക്കെ സോഴ്സ് നമ്മൾ ഫിഷിന് ഉപകാരപ്പെടും. അങ്ങനെ ഒരു ഇൻറ്റിഗ്രേറ്റഡ് രീതിയിൽ ഉള്ള ഫിഷ് കൾച്ചറാണ് ഇൻറ്റിഗ്രേറ്റഡ് ഫിഷ് കൾച്ചർ. അപ്പം ആദ്യം നമുക്ക് പോളികൾച്ചർ എന്താണെന്ന് ഒന്ന് പഠിക്കാം. പോളികൾച്ചർ രണ്ട് രീതിയിൽ നമുക്ക് അറിയപ്പെടുന്നുണ്ട്. ഒന്ന് കോമ്പോസിറ്റ് ഫിഷ് കൾച്ചർ എന്നും പിന്നെ വേറൊന്ന് മിക്സ്ഡ് ഫാമിംഗ്. ഇത് രണ്ടും ഉദ്ദേശിക്കുന്നത് പോളികൾച്ചർ എന്ന് തന്നെയാണ്. ഈ പോളികൾച്ചറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഫിഷസിനെ ഒരുമിച്ച് കൊണ്ട് അക്വാകൾച്ചർ ചെയ്യുക. അപ്പം സ്റ്റോക്കിങ്ങും കൾച്ചറിങ്ങും ഒക്കെ ഒരുമിച്ച് ചെയ്യുക, അതിൻ്റെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജി രൂപീകരിച്ചെടുക്കുക എന്നുള്ളതാണ് പോളികൾച്ചറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കോമ്പോസിറ്റ് ഫിഷ് കൾച്ചറിൽ ഫിഷ് സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ഫീഡിങ് ബിഹേവിയർ വെച്ചിട്ടാണ്. പോളികൾച്ചറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, പോളികൾച്ചർ നമ്മുടെ പോണ്ട് എക്കോസിസ്റ്റത്തിൽ വിവിധ തരം നിഷസ് ഉണ്ട്. ഇപ്പോൾ സർഫസ്, നമുക്ക് നിഷ് എന്താണെന്നറിയാലോ, പല നിഷസ് ഉണ്ട്. സർഫസ്, ബോട്ട്, അവിടെയൊക്കെ ഉള്ള കൾച്ചർ ചെയ്യാൻ പറ്റുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട്, സ്പീഷീസും ഉണ്ട്. അപ്പം പോളികൾച്ചറിൽ ഇവരെല്ലാം ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവിടെ ഒരു ബാലൻസ് കൊണ്ടുവരാൻ പറ്റും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കാർപ്സിൻ്റെ ഒരു അക്വാകൾച്ചറാണ്. അത് നമ്മൾ കോമ്പോസിറ്റ് സിസ്റ്റം ഓഫ് കൾച്ചർ വെച്ചിട്ടാണ് അങ്ങനെ കാർപ്സിനെ നമ്മൾ അക്വാകൾച്ചർ ചെയ്തെടുക്കുന്നത്. കാർപ്സ് ഒരു ഫിഷാണ് കേട്ടോ, അതിൻ്റെ ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ട്. അപ്പം ഈ ഡിഫറെൻറ്റ് സ്പീഷീസ് അത് അവർ പ്രിഫർ ചെയ്യുന്നത് ഡിഫറെൻറ്റ് നിഷസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു കോമ്പോസിറ്റ് സിസ്റ്റം ഓഫ് അക്വാകൾച്ചർ, അങ്ങനെ ഒരു ഫാമിംഗ് രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. മിക്സ്ഡ് ഫാമിങ്ങിലൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ഡിഫറെൻറ്റ് സ്പീഷീസിനെ ഇടാൻ പറ്റും. കാരണം അത് പ്രിഫർ ചെയ്യുന്ന നിഷസ് ഡിഫറെൻ്റ് ആണ്. ഒരു എക്സാമ്പിൾ പറയാം. സർഫസ് ഫീഡർ കട്ല എന്ന് പറയുന്നത് ഒരു സർഫസ് ഫീഡറാണ്. കോളം ഫീഡറാണ് ലേബിയോ റോഹിത. ബോട്ടം ഫീഡറാണ് സിർഹിനസ് മൃഗല. അപ്പം ഇത് ഒരു പോണ്ടിലിട്ടാൽ ഒരു കട്ല സർഫസ് ഫീഡറാണ്, ലേബിയോ കോളം ഫീഡറാണ്, സിർഹിനസ് ബോട്ടം ഫീഡറാണ്. അപ്പം ഇവരുടെ നിഷസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട്, ഇവർ പ്രിഫർ ചെയ്യുന്ന നിഷസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു കോംപ്ലിമെൻറ്റ് സിസ്റ്റം ഓഫ് അക്വാകൾച്ചർ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അവരുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് അങ്ങനെ മാക്സിമം ആക്കാനും പറ്റും. നമ്മളൊരു കോമ്പോസിറ്റ് രീതിയിൽ അല്ലെങ്കിൽ ഒരു മിക്സ്ഡ് ആയിട്ട് നമ്മളിങ്ങനെ അക്വാകൾച്ചർ ചെയ്യുമ്പോൾ ടോട്ടൽ ഓവറോൾ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഫിഷിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ, നമ്മുടെ സാധാരണ മോണോകൾച്ചറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരൂടെ മാനിഫോൾഡ് ആയിട്ട് അത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഈ ഒരു കോമ്പോസിറ്റ് സിസ്റ്റം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. അവിടെ ഒരുപാട് ഫിഷ് ഫാംസിൽ ഇങ്ങനത്തെ പോളികൾച്ചർ ആക്ടിവിറ്റീസ് ഒക്കെ നടന്നു പോകുന്നുണ്ട്. നമ്മൾ ഏത് ഒരു സിസ്റ്റം ഓഫ് അക്വാകൾച്ചറിലാണെങ്കിലും നമ്മൾ സ്പീഷീസിനെ സെലക്ട് ചെയ്യുമ്പം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്.
ഒന്ന് ഈവൻ നമ്മൾ ആ പോണ്ട് എക്കോസിസ്റ്റം എടുക്കുന്നെങ്കിൽ അവിടുത്തെ സോയിലിൻ്റെ നേച്ചർ, അവിടുത്തെ വാട്ടറിൻ്റെ നേച്ചർ, പിന്നെ അവിടെ നമുക്ക് സ്റ്റോക്ക് മെറ്റീരിയൽസ് ഒക്കെ പെട്ടെന്ന് അവൈലബിൾ ആണോ, സ്റ്റോക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണോ, അവിടുത്തെ കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസ് എന്താണ്, അവർ എന്ത് തരം ഫിഷസിനെയാണ് കൺസ്യൂം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതനുസരിച്ച്. പിന്നെ ഈ നമുക്ക് ഫിഷിന് കൾച്ചർ ചെയ്തെടുക്കുമ്പം അതിന് കൊടുക്കാൻ പറ്റുന്ന ഫുഡുകൾ ഒക്കെ അവിടെ ഈസിലി അവൈലബിൾ ആണോ, ഫിഷ് ഫുഡൊക്കെ അവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു അക്വാ കൾച്ചർ ഒരു ഏത് സ്ഥലത്താണോ സെറ്റപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ സെറ്റപ്പ് ചെയ്യാൻ. അതിന് മുന്നേ ആയിട്ട് അവിടുത്തെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, അവൈലബിലിറ്റി, ഓരോ കാര്യങ്ങളുടെ റിസോഴ്സ് അവൈലബിലിറ്റി എല്ലാം നമ്മൾ നോക്കിയിരിക്കണം. ഇതിനെല്ലാം നോക്കിയിട്ട് നമുക്ക് ഒരു അക്വാകൾച്ചർ സെറ്റപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അവിടുന്ന് നല്ലൊരു രീതിയിൽ ഫിഷ് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ കോമ്പോസിറ്റ് ഫിഷ് കൾച്ചറാണ് നമുക്ക് നമ്മളവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഒരു ഗുണം എന്ന് പറയുന്നത് അവിടെ ആ പോണ്ട് എക്കോസിസ്റ്റത്തിലുള്ള എല്ലാ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ നിഷസിനെയും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. ഒരു ചെറിയ സ്പേസിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് എടുക്കുക, അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒരു കോമ്പോസിറ്റ് ഫിഷ് കൾച്ചറിൽ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ സപ്ലിമെൻ്ററി ചെയ്ത് ആർട്ടിഫിഷ്യൽ ഫീഡിംഗ് ഒക്കെ കൊടുക്കേണ്ടി വരും. എന്നിരുന്നാലും ഒരു ഓവറോൾ ഔട്ട്പുട്ട് നോക്കുമ്പോൾ കോമ്പോസിറ്റ് ഫിഷ് കൾച്ചർ കുറച്ചുകൂടെ ചെറിയൊരു ഏരിയയിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു അക്വാകൾച്ചർ സിസ്റ്റമാണ്. അടുത്തത് നമ്മൾ അക്വാകൾച്ചറിൽ എങ്ങനെ ഒരു ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും, അതായത് മറ്റ് സ്പീഷീസിനെയും കൂടെ അല്ലെങ്കിൽ മറ്റ് ആനിമൽസിനെയും കൂടെ നമുക്ക് എങ്ങനെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് ഒരു ഇൻറ്റിഗ്രേറ്റഡ് ഫിഷ് ഫാമിംഗ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനാണ് ഇൻറ്റിഗ്രേറ്റഡ് ഫിഷ് കൾച്ചർ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ഫിഷിൻ്റെ കൾച്ചറിന് ഒപ്പം ഏതെങ്കിലും ഒരു അഗ്രികൾച്ചർ ക്രോപ്പോ അല്ലെങ്കിൽ പോൾട്രിയോ എന്തെങ്കിലും അത് ലൈഫ് സ്റ്റോക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കൂടെ നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഫിഷ് കൾച്ചർ നടത്തുന്നതിനാണ് ഇൻറ്റിഗ്രേറ്റഡ് ഫിഷ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പം അഗ്രികൾച്ചറൽ ക്രോപ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പാഡി ഫീൽഡിലൊക്കെ, അത് പാഡി, ബനാന, കോക്കനട്ട്, അതൊക്കെ അഗ്രികൾച്ചർ ക്രോപ്സിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അതുപോലെ ലൈഫ് സ്റ്റോക്കിൽ പോൾട്രി ആയിട്ട് ഡക്ക്, കാറ്റിൽ, പിഗ്സ് ഒക്കെ ആയിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഈ ഫിഷിൻ്റെ കൾച്ചർ കൊണ്ടുപോകാം. ഇത് കൊണ്ടുപോയാലുള്ള ഗുണം, ഇവിടെ ഇങ്ങനത്തെ സിസ്റ്റം ഓഫ് ഫാമിങ്ങിൽ നമ്മൾ റിസോഴ്സിൻ്റെ യൂട്ടിലൈസേഷൻ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഒരു ഓർഗാനിസത്തിൽ നിന്ന് വരുന്ന വേസ്റ്റ് പ്രോഡക്ട്സോ അല്ലെങ്കിൽ അതിൻ്റെ ബൈ പ്രോഡക്റ്റോ നമുക്ക് വേറൊരെണ്ണത്തിൻ്റെ റിസോഴ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്താ, ഒരു എഫക്റ്റീവ് സിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു ഒന്ന് റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. ഒന്നും ഒരു വേസ്റ്റ് ആയിട്ട് മാറത്തില്ല. ഒന്നിൻ്റെ ബൈ പ്രോഡക്റ്റ് വേറൊന്നിന് ഗുണകരമാകുന്ന രീതിയിൽ ഒരു എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഏറ്റവും നന്നായിട്ട് റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇൻറ്റിഗ്രേറ്റഡ് ഫിഷ് കൾച്ചർ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഫാമിംഗ് സ്പേസ് ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പം എങ്ങനെ പ്രൊഡക്ഷൻ്റെ കാര്യം എങ്ങനെയാകും, അത് ഏറ്റവും മാക്സിമത്തിലാകും. കാരണം നമ്മൾ കിട്ടുന്ന സ്പേസിൽ ഏറ്റവും എല്ലാ നിഷസും യൂസ് ചെയ്ത് എല്ലാ ടൈപ്പ് അഗ്രികൾച്ചർ ക്രോപ്സിനെ അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്കിനെയൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് നമ്മൾ അതിനെ ഒരു ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരുമ്പം അവിടെ നമുക്ക് ഏറ്റവും നന്നായിട്ട് ആ ഫാമിംഗ് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് അവിടുത്തെ റിസോഴ്സ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ പ്രൊഡക്ഷൻ മാക്സിമത്തിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. അതാണല്ലോ നമ്മുടെ പ്രൈമറി ഉദ്ദേശം. എല്ലാ അക്വാകൾച്ചറിലും നമ്മുടെ ഉദ്ദേശം പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ പല സിസ്റ്റം ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഫിഷ് കൾച്ചറിൽ നമ്മൾ ഏത് ഓർഗാനിസം അല്ലെങ്കിൽ ഏത് സ്പീഷീസുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് 2 കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ അഗ്രികൾച്ചർ ക്രോപ്സുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നെങ്കിൽ അത് ഒരു കാറ്റഗറി, അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്കുമായിട്ട് നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നെങ്കിൽ ആ ഒരു ഫിഷ് ഫാമിംഗ് 2 ടൈപ്പായിട്ട് നമുക്ക് ഈസിലി നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഫിഷ് ഫാമിംഗ് വിത്ത് അഗ്രികൾച്ചർ ക്രോപ്സ് എന്നും ഫിഷ് ഫാമിംഗ് വിത്ത് ലൈഫ് സ്റ്റോക്ക്. ഇത് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ആദ്യത്തേത് ഫിഷ് ഫാമിംഗ് വിത്ത് അഗ്രികൾച്ചർ ക്രോപ്സ്. അഗ്രികൾച്ചർ ക്രോപ്സ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലോട്ട് വരുന്നത് പാഡി ഫീൽഡിൽ നമ്മൾ ഫിഷ് കൾച്ചർ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ബനാന, കോക്കനട്ട് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഫിഷ് കൾച്ചർ ചെയ്യാൻ പറ്റും. പക്ഷേ പാഡി ഫീൽഡിൽ വാട്ടറിൻ്റെ അവൈലബിലിറ്റി നമുക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ളത് ഈ പാഡി ഫീൽഡിലുള്ള ഫിഷ് ഫാമിംഗ് ടെക്നിക്കാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സൈമൾട്ടേനിയസ് കൾച്ചർ 2 രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഈ പാഡി ഫീൽഡിൽ ഒന്നില്ലെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ട് പാഡിക്കിടയിൽ തന്നെ നമുക്ക് ഫിഷ് കൾച്ചർ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ റൊട്ടേഷണൽ കൾച്ചർ ചെയ്യാൻ പറ്റും. അതായത് ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് പാഡി ഫീൽഡ് ഫ്രീ ആവുമല്ലോ, ആ സമയത്ത് നമുക്ക്
അക്വാകൾച്ചർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ റൊട്ടേഷണൽ കൾച്ചർ അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ടോ നമുക്ക് ഫിഷ് കൾച്ചർ പാഡി ഫീൽഡിൽ ചെയ്യാൻ പറ്റും. അതായത് ഈ സൈമൾട്ടേനിയസ് ആയിട്ടുള്ള കൾച്ചറിൽ നമ്മൾ ഫിഷ് കൾച്ചറും റൈസിൻ്റെ കൾട്ടിവേഷനോട് ഒരുമിച്ചാണ് ചെയ്യുന്നത്. എന്നാൽ റൊട്ടേഷണൽ കൾച്ചറിൽ ആദ്യം അല്ലെങ്കിൽ ഒരു സമയത്ത് റൈസിൻ്റെ കൾട്ടിവേഷൻ, അത് കഴിഞ്ഞിട്ട് ഫിഷിൻ്റെ കൾട്ടിവേഷൻ, അങ്ങനെ ആണ് റൊട്ടേഷണൽ ബേസിസിലായിരിക്കും. അപ്പം ഈ രണ്ടിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് പാഡി ഫീൽഡ് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, മാക്സിമം ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. നമ്മൾ അക്വാകൾച്ചർ ഈ പാഡി ഫീൽഡിലൊക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ട് പാഡി ഫീൽഡ് ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും ഐദർ ബൈ കൺസ്ട്രക്ടിങ് കനാൽ അല്ലെങ്കിൽ ട്രെഞ്ചോ എന്തെങ്കിലും ഒരു ഡിച്ച്. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പാഡി ഫീൽഡിലെ വാട്ടർ അതിനകത്ത് തന്നെ റീറ്റെയിൻ ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ പാഡി ഫീൽഡിൽ വരുത്തണം. നമുക്ക് ഈ പാഡി ഫീൽഡിന് ചുറ്റുമുള്ള എംപാങ്ക്മെൻ്റ് ഇല്ലേ, അത് ഇച്ചിരൂടെ ഒന്ന് റേസ് ചെയ്ത് കൊടുക്കാം, കുറച്ചുകൂടെ മുകളിലോട്ട് പൊക്കി കെട്ടേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഈ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫിഷ് എസ്കേപ്പ് ചെയ്ത് പുറത്തോട്ട് ചാടി പോവാതെ നമുക്ക് ഉള്ളിൽ തന്നെ അതിനെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ പാഡി ഫീൽഡിൽ ചെയ്യുന്നത്. ഏറ്റവും കോമൺ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഫിഷസ് എന്ന് പറയുന്നത് കട്ല അല്ലെങ്കിൽ ആനാബസ് ഒക്കെയാണ് എഗ്രികൾച്ചർ ക്രോപ്സുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് നമ്മൾ അക്വാകൾച്ചർ ചെയ്യുന്ന ഫിഷ്. അടുത്തതെന്ന് പറയുന്നത് ലൈഫ് സ്റ്റോക്കുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഫിഷ് ഫാമിംഗ് സിസ്റ്റമാണ്. അപ്പം ഏത് ലൈഫ് സ്റ്റോക്കുമായിട്ടാണ് നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് പല പേരുകളിൽ അറിയപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. കാറ്റിൽ ഫിഷ് സിസ്റ്റം ഉണ്ട്, പിഗ് ഫിഷ് സിസ്റ്റം ഉണ്ട്, പോൾട്രി ആയിട്ടുള്ള ഫിഷ് സിസ്റ്റം ഉണ്ട്, പിന്നെ ഡക്ക് ഫിഷ് സിസ്റ്റം ഉണ്ട്, ഗോട്ട് ഫിഷ് സിസ്റ്റം ഉണ്ട്, റാബിറ്റ് ഫിഷ് സിസ്റ്റം ഉണ്ട്. അങ്ങനെ പല ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റംസ് ഉണ്ട്. അത് ഏത് ഏത് ലൈഫ് സ്റ്റോക്കുമായിട്ടാണോ നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതെന്നനുസരിച്ച് അതിന് പല രീതിയിൽ നമ്മൾ വിളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ബേസിക് കാര്യം എന്ന് പറയുന്നത് ഈ ലൈഫ് സ്റ്റോക്കിൻ്റെ ഒക്കെ എക്സ്ക്രീറ്റം ഉണ്ടല്ലോ, അതായത് ഡക്സ് ആണെങ്കിലും ചിക്സ് ആണെങ്കിലും ഈവൻ പിഗിൻ്റെയോ ക്യാറ്റിലിൻ്റെയോ എന്തിൻ്റെ ആണെങ്കിലും ഇതിൻ്റെ എക്സ്ക്രീറ്റ റീസൈക്കിൾ ചെയ്തിട്ട് ഫിഷിന് കൊടുക്കുകയാണ് ഫുഡായിട്ട്. അപ്പം അതൊരു ഒരു സൈക്കിളിൽ ഒരു ബാലൻസ്ഡ് രീതിയിൽ നമ്മൾ എല്ലായിടത്തും പഠിച്ച ഒരേ കാര്യമാണ്. ഒരു റിസോഴ്സിൻ്റെ ഒന്നിൻ്റെ ബൈ പ്രോഡക്റ്റ് വേറൊന്നിനെ റിസോഴ്സായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. ഇവിടെയും സെയിം മെക്കാനിസം ആണ് യൂട്ടിലൈസ്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി കൂടുന്നുണ്ട് ഇൻറ്റിഗ്രേറ്റഡ് ഫിഷ് ഫാമിങ്ങിൽ, എസ്പെഷ്യലി ലൈഫ് സ്റ്റോക്കിൽ. ഒന്നാമത്തേത് കാറ്റിൽ ഫിഷ് കൾച്ചറാണ്. അവിടെ ഒരു പോണ്ടിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു കൗ ഷെഡ്, പിന്നെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്ത് അതിനടുത്ത് തന്നെ. അപ്പം നമ്മളൊരു ഹെൽത്തി കൗവിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 4000 to 5000 kg ഡങ് കിട്ടും. പിന്നെ 3500 തൊട്ട് 4000 ലിറ്റർ യൂറിനും ഒരു ആനുവൽ ബേസിസിൽ നമുക്ക് കിട്ടും. അപ്പം ഇത് നമുക്ക് അതിൻ്റെ ബൈ പ്രോഡക്റ്റ്, ഒരു ഹെൽത്തി കൗവിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എക്സ്ക്രീറ്റ നമുക്ക് വേറെ പോണ്ടിലേക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതായത് ഈ കൗവിൻ്റെ മാനുവർ പാർട്ടിക്കിൾസ് സിങ്ക് ചെയ്യാൻ ഇച്ചിരി ടൈം എടുക്കും മറ്റ് ഇതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് പോണ്ടിലോട്ട് അത് ഇട്ട് കൊടുത്താൽ ഫിഷ് അതിൻ്റെ എഡിബിൾ പാർട്ടിക്കിൾസ് അതിൽ നിന്ന് എടുത്ത് കഴിക്കാൻ പറ്റും. അങ്ങനെ അവിടെ നമ്മളെല്ലായിടത്തും കാണുന്ന ഒരേ സിസ്റ്റമാണ്. ഒന്നിൻ്റെ ബൈ പ്രോഡക്റ്റ് വേറൊന്ന് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ അങ്ങനെയാണ്. കൗവിൽ നിന്ന് വരുന്ന എക്സ്ക്രീറ്റ നമുക്ക് ഫിഷിന് അതിനകത്ത് എഡിബിൾ പാർട്ടിക്കിൾസിന് ഫിഷ് കഴിക്കാം. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എക്സ്റ്റേണൽ സപ്ലിമെൻ്റ് ഒന്നും കൊടുക്കേണ്ട, അത് തന്നെ നല്ലൊരു ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഈ ബയോഗ്യാസിൽ നിന്ന് വരുന്ന സ്ലറി ഉണ്ടല്ലോ, അതും ഫിഷിന് കൊടുക്കാൻ പറ്റും. അതും ഫിഷിൻ്റെ പോണ്ടിന് ന്യൂട്രിയൻസ് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ്. അപ്പം ഇത് രണ്ടും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. കൗവിൽ നിന്ന് കിട്ടുന്നതാണ് ഇത് രണ്ടും. അപ്പം അതൊരു ഇൻറ്റിഗ്രേറ്റഡ് രീതിയിൽ പോണ്ടിന് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ രണ്ടും കൂടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകാം. അടുത്തത് ഫിഷ് കം പിഗ് ഫാമിംഗ് ആണ്. അവിടെ പിഗ്സിനെ വളർത്തുന്നത് പോണ്ടിന് അടുത്ത് തന്നെയായിരിക്കും. അപ്പം പിഗ്സ് അവരെ കുളിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ പിഗിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് അതൊക്കെ ഡയറക്റ്റ്ലി പോണ്ടിലോട്ട് അങ്ങ് ഡ്രെയിൻ ചെയ്ത് വിടും. അങ്ങനെ വരുമ്പം അവിടെ ആ ഒരു ഭാഗമെല്ലാം വൃത്തിയായി കിടക്കുകയും ചെയ്യും. പിന്നെ ഈ പോണ്ടിലോട്ട് പോകുന്ന ആ വെള്ളമുണ്ടല്ലോ, അത് പോണ്ടിനെ സംബന്ധിച്ചോളം നമുക്ക് ന്യൂട്രിയൻ്റ് എൻഹാൻസ് ചെയ്യാനും അങ്ങനെ ഉപയോഗപ്പെടുത്താം. അടുത്തത് ഫിഷ് കം ബേർഡ് ഫാമിംഗ് ആണ്. അവിടെ ഫിഷ് കൾച്ചറിൻ്റെ കൂടെ പോൾട്രിയോ ഡക്കോ അല്ലെങ്കിൽ ഗൂസ് ഫാമിങ്ങോ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത്
ചെയ്യുന്നു. ചിക്കൻ ഫിഷ് ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റത്തിൽ അത് നമ്മുടെ പോണ്ട് ഉണ്ടല്ലോ, പോണ്ടിന് വാട്ടർ ലെവലിൻ്റെ മുകളിലായിട്ട് നമ്മൾ പോൾട്രി ഹൗസ് അങ്ങ് കൺസ്ട്രക്ട് ചെയ്യും. എന്നിട്ട് അവിടെ ചിക്കൻ വളർത്തുമ്പോൾ അതിൻ്റെ താഴോട്ട് അതിൻ്റെ ഡ്രോപ്പിങ്സ് പോകുമല്ലോ, അത് പോണ്ടിനെ ഫെർട്ടിലൈസ് ചെയ്യും ഡയറക്റ്റ്ലി. അത് ഈ ചിക്കൻ്റെ ഡ്രോപ്പിങ്സ് എന്ന് പറയുന്നത് നൈട്രജനും ഫോസ്ഫറസും ഒക്കെ വളരെ റിച്ച് ആയിട്ടുള്ള ഡ്രോപ്പിങ്സാണ്. അപ്പം ഡയറക്റ്റ്ലി പോണ്ടിനെ ഇത് ഫെർട്ടിലൈസ് ചെയ്യും. സാധാരണഗതിയിൽ അപ്പം പോണ്ടിൽ വളർത്തുന്ന ഫിഷസ് തിലാപ്പിയ, കോമൺ കാർപ്പ് അല്ലെങ്കിൽ സിൽവർ കാർപ്പ് അല്ലെങ്കിൽ ജൈൻറ്റ് ഫ്രഷ് വാട്ടർ പ്രോണൊക്കെ നമ്മൾ പോണ്ടിൽ ഇങ്ങനത്തെ ചിക്കനുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൾച്ചർ ചെയ്യാറുണ്ട്. അടുത്തത് ഡക്കുമായിട്ട് ഫിഷിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് വളർത്തുക എന്നുള്ളതാണ്. ഇത് പല സ്ഥലങ്ങളിലും കോമൺ ആയിട്ട് കാണുന്നതാണ്. ചൈന, ഹംഗറി, ജർമ്മനി, പോളണ്ട്, ഇന്ത്യയുടെ ആണെങ്കിലും പല സ്ഥലത്ത് ഇങ്ങനെ ഡക്കുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഫിഷസിനെ വളർത്താറുണ്ട്. നമ്മൾ ചിക്കനിൽ കണ്ട പോലെ തന്നെ സെയിം മെക്കാനിസമാണ് ഇവിടെയും. പോണ്ടിൻ്റെ ലെവലിന് മുകളിലായിട്ട് ഡക്കിനെ വളർത്തുന്നു. അപ്പം അവിടെ ഡക്കിൻ്റെ ഡ്രോപ്പിങ്സ് താഴോട്ട് പോകുന്നു. അതിനകത്ത് ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് ഒക്കെ ഉണ്ട്. അപ്പം ഫിഷിൻ്റെ പോണ്ടിന് അത് ഒരു ഫെർട്ടിലൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ മെക്കാനിസം. ഈ ഡക്സ് ഫെർട്ടിലൈസർ കൊടുക്കുക മാത്രമല്ല, ഇതുകൂടാതെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇൻസെക്ട്സ്, സ്നെയിൽസ്, ഇതിൻ്റെയൊക്കെ ലാർവൽ ഫോംസിനെ കഴിക്കും. അപ്പം അതും ഫിഷിന് ഗുണമാണ്. കാരണം ഫിഷിന് പാത്തോജനിക് ആയിട്ടുള്ള പല വെക്ടേഴ്സിനെയും ഈ ഡക്സ് ഫീഡ് ചെയ്യും. അപ്പം ഫിഷിന് താഴെ നന്നായിട്ട് വളരാൻ പറ്റും. അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഇച്ചിരൂടെ വലിയ ഫിഷസ് ആണ് ഡക്കുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് നമ്മൾ അക്വാകൾച്ചർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഡക്ക് ചെറിയ ചെറിയ ഫിംഗർലിങ്സിനൊക്കെ ആണെങ്കിൽ ഡക്ക് അതിനെ ഫീഡ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഇച്ചിരൂടെ വലിയ ഫിഷസിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഡക്കിൻ്റെ കൂടെ വളർത്തുന്നത്. അപ്പം സിൽവർ കാർപ്പ്, കട്ട്ല, കോമൺ കാർപ്പ് ഒക്കെ ഡക്ക് ഫിഷ് ഇൻറ്റിഗ്രേറ്റ് കൾച്ചർ ചെയ്യുന്ന കോമൺ ഫിഷസ് ആണ്.